വൈകുന്നേരം 6:30 മണിയായതും അന്നും അനില മക്കൾക്കുള്ള ചോറും കറിയും 2 പാത്രത്തിലേക്ക് വിളമ്പി. സമയമായില്ലേ അപ്പു, വേഗം കഴിക്കാൻ നോക്ക്. ഭക്ഷണം കഴിക്കാതെ പാത്രത്തിലേക്കും തന്നെയും മാറി മാറി നോക്കുന്ന അപ്പുവിനെ കണ്ട് അനില പറഞ്ഞു. നിന്നോടും കൂടിയാ മാളു പറയുന്നേ, വേഗം കഴിക്കാൻ നോക്ക്. എന്നിട്ട് വേഗം ചെന്ന് 2ആളും കിടന്നുറങ്ങിക്കോട്ടോ. അമ്മ അത് പറഞ്ഞതും മാളു കഴിക്കുന്നത് അല്പം കൂടി വേഗത്തിലാക്കി. അപ്പോഴേക്കും അനില അപ്പുവിന് വാരിക്കൊടുക്കാൻ തുടങ്ങിയിരുന്നു. അല്ലെങ്കിൽ അവന്റെ വയറ്റിലേക്ക് ഒന്നും എത്തില്ലെന്ന് അനിലയ്ക്ക് അറിയാമായിരുന്നു. അമ്മേ, നാളെ ടീച്ചർ പരീക്ഷ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് കുറച്ചിരുന്ന് പഠിച്ചോട്ടെ? മാളവിക എന്ന മാളു ചോദിച്ചു. അവളിപ്പോ 5-ാം ക്ലാസ്സിലാണ്. അപ്പു 2-ാം ക്ലാസ്സിലും. മാധവ് എന്നാണ് അപ്പുവിന്റെ ശരിക്കുമുള്ള പേര്. മാളു അത് ചോദിക്കുമ്പോൾ അനിലയ്ക്ക് എന്തു പറയണമെന്നറിഞ്ഞില്ല. അവൾ ദയനീയമായി മാളുവിനെയൊന്ന് നോക്കി. അച്ഛൻ ഇപ്പോ വരും മക്കളെ. അപ്പോഴേക്കും അമ്മയുടെ മക്കള് കഴിച്ചേച്ചും വേഗം ചെന്ന് കിടന്നോ. അച്ഛൻ ചോദിച്ചാ മക്കൾ ഉറങ്ങിപ്പോയെന്ന് അമ്മ പറഞ്ഞോളാം. എന്നിട്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കാം. ഇനി മാർക്ക് കുറഞ്ഞാല് അമ്മ ടീച്ചറോട് മോൾക്ക് സുഖമില്ലാഞ്ഞിട്ടാണെന്നോ അങ്ങനെ എന്തേലും പറഞ്ഞോളാം. ഇപ്പോ മക്കള് വേഗം ചെന്നുറങ്ങിക്കോ. അനിലയ്ക്ക് മക്കളെ എങ്ങനെയെങ്കിലും വേഗമൊന്ന് ഉറക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ വെപ്രാളമായിരുന്നു അവൾക്ക്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും മാളു തന്നെ അപ്പുവിനെ വിളിച്ചു കൊണ്ടുപോയി കൈയും വായും മുഖവുമെല്ലാം കഴുകിച്ചു. രാത്രിയായാൽ പുറത്തെ ബാത്റൂമിൽ ഒറ്റയ്ക്ക് പോകാൻ അവർക്ക് 2 പേർക്കും പേടിയാണ്. അതുകൊണ്ട് മൂത്രമൊഴിക്കാൻ പേടിക്ക് കൂട്ടിനായി അനില ബാത്റൂമിന് പുറത്ത് കാവൽ നിന്നുകൊടുത്തു. ശേഷം അവർ തിരിച്ചു വന്ന് കട്ടിലിൽ കയറി കിടന്നപ്പോഴാണ് അനിലയ്ക്ക് സമാധാനമായത്. ഇനി അങ്ങേര് വന്നാലും ഉറങ്ങിയെന്ന് കള്ളം പറയാലോ. ആ ഒരു സമാധാനമായിരുന്നു അനിലയുടെ ഉള്ളിൽ. മാത്രവുമല്ല, അച്ഛൻ വെള്ളമടിച്ച് 4 കാലിൽ വരുന്നത് മക്കൾ കാണുകയുമില്ലല്ലോ. അവൾ വേഗം ചെന്ന് അപ്പുവിന് കൊടുത്ത ബാക്കി ചോറിലേക്ക് കുറച്ചുകൂടി ചോറും കറിയും എടുത്ത് കൂട്ടിക്കുഴച്ച് ധൃതിയിൽ കഴിക്കാൻ തുടങ്ങി. ചവച്ചരയ്ക്കാൻ കൂടി നേരമില്ലാതെ ഇറക്കിയിടുന്നതുകൊണ്ടാകണം ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയിൽ തട്ടുന്നത്. അത് മാറാനായി വെള്ളം കുടിക്കുമ്പോൾ അത് തരിപ്പിലും പോകുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ വേഗം കഴിച്ചു തീർത്ത് അവൾ പാത്രങ്ങളെല്ലാം കഴുകിവെച്ച് മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച അനിലയുടെ മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. അപ്പുവിനെ തന്റെ കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചുറങ്ങുന്ന മാളു. മാളുവിന്റെ നെഞ്ചോട് ചേർന്നു കിടക്കുന്ന അപ്പുവിന്റെ കുഞ്ഞി കൈകളും അവളെ വലയം ചെയ്തിട്ടുണ്ട്. അതുകണ്ട് അനിലയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ മക്കൾക്കരികിലായി കയറിക്കിടന്നു. ഉറങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കം കണ്ണുകളെ വന്നു നോക്കുന്നു പോലുമില്ല. നെഞ്ചു പിടയ്ക്കുന്ന, സമാധാനം കളയുന്ന ചിന്തകൾ മാത്രം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് അനില ഞെട്ടി ഉണർന്നു. മുറിയിലെ ചുമരിൽ ആണിയടിച്ചു തൂക്കിയിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. ചിന്തകൾക്കിടയിൽ എപ്പോഴോ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു. വാതിലിലുള്ള തട്ട് ഇപ്പോൾ നിന്നിട്ടുണ്ട്. പകരം നാക്കുകുഴഞ്ഞുള്ള സംസാരം ഉറക്കെ കേൾക്കുന്നുണ്ട്. അവൾ തന്റെ അരികിൽ കിടക്കുന്ന മക്കളെ ഒന്ന് നോക്കി. ശേഷം അവരുടെ നെറുകിലൂടെ ഒന്ന് തലോടി. പിന്നെ വേഗത്തിൽ അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കെട്ടി മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. രാത്രിയിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മക്കളെയും കൂട്ടി മുറിയിൽ വന്നു കിടക്കും. ആ സമയം മുറിയിലെ വാതിൽ മാത്രം ലോക്ക് ചെയ്യാറാണ് പതിവ്. ഉമ്മറത്തെ വാതിൽ ലോക്ക് ചെയ്യാതെ വെറുതെ അടച്ചിടും. ആള് വരുന്ന സമയം വാതിൽ തുറന്നു കൊടുക്കാതെ താൻ എങ്ങാനും ഉറങ്ങിപ്പോയാൽ പിന്നെ അന്നത്തെ കാര്യം എന്നത്തേതിലും കഷ്ടമാകും. അതുകൊണ്ടാണ് ഉമ്മറത്തെ വാതിൽ അകത്തുനിന്നും ലോക്ക് ചെയ്യാതെ വന്നു കിടക്കുന്നത്. അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അയാൾ ഹാളിൽ നിലത്ത് ചുമര് ചാരിയിരിപ്പുണ്ട്. ഇന്നും മോശമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുടിച്ചിട്ടുണ്ട്. അയാളിൽ നിന്നും വമിക്കുന്ന മദ്യത്തിന്റെ ദുർഗന്ധം കാരണം അറപ്പോടെ അനില മൂക്ക് പൊത്തിക്കളഞ്ഞു. രമേശന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം 12 ആയെങ്കിലും മദ്യത്തിന്റെ മണം ഇന്നും അനിലയ്ക്ക് ഒരു തരം അസ്വസ്ഥതയാണ്. അറപ്പോടെ, അതിനേക്കാൾ ഉപരി വെറുപ്പോടെ രമേശനെ നോക്കി നിൽക്കുമ്പോഴാണ് അയാൾ തലയുയർത്തി നോക്കിയത്. മുറിയുടെ വാതിൽക്കൽ തന്നെ നിൽക്കുന്ന അനിലയെ കണ്ട് രമേശന്റെ നെറ്റി ചുളിഞ്ഞു. നീ എന്താടി അവിടെ തന്നെ നിൽക്കുന്നേ? നിനക്ക് കണ്ണു കാണാൻ വയ്യേ ഞാൻ വന്നത്? ചെന്ന് എന്തേലും കഴിക്കാൻ എടുത്തോണ്ട് വാടി. അയാൾ അവൾക്ക് നേരെ മുരണ്ടതും മറുത്തൊന്നും പറയാതെ അവൾ അടുക്കളയിലേക്ക് നടന്നു. ചെമ്പിലെ അവസാനത്തെ വറ്റും പ്ലേറ്റിലേക്ക് വടിച്ചിട്ടു. ചെറിയൊരു പാത്രത്തിലേക്ക് മുളകിട്ട് വെച്ച കുഞ്ഞൻമത്തിയുടെ കറി കൂടി ഒഴിച്ചെടുത്തു. പിന്നെ അത് രണ്ടുമെടുത്ത് ഹാളിലേക്ക് നടന്നു. ഉള്ള ഭക്ഷണത്തിൽ ആദ്യം വയറു നിറയ്ക്കുന്നത് മക്കളുടേതാണ്. എന്നിട്ട് അതിൽ തന്നെ കുറച്ചുകൂടി വിളമ്പി എന്തേലും കഴിച്ചെന്ന് വരുത്തി കിടക്കാറാണ് പതിവ്. പക്ഷേ വിവരം വെച്ച് തുടങ്ങിയതിന് ശേഷം ചോറ് വിളമ്പുന്ന സമയം മക്കൾ 2 പേരും അടുക്കളയിൽ തന്നെ നിൽക്കും. അമ്മയ്ക്ക് കൂടി ചോറുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ടേ അവർ കഴിക്കുകയുള്ളൂ.
ആദ്യമൊന്നും അനിലയ്ക്ക് കാര്യം മനസ്സിലായിരുന്നില്ല. പിന്നീട് മനസ്സിലായപ്പോൾ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കരയുകയാണ് ചെയ്തത്. ഇന്നും താൻ ജീവിച്ചിരിക്കാനുള്ള ഏക കാരണം. അവൾ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. എല്ലാ രാത്രിയിലും അയാൾക്കുള്ള ഒരു പ്ലേറ്റ് ഭക്ഷണം അവൾ എന്തായാലും കരുതും. അല്ലെങ്കിൽ പിറ്റേന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യമുണ്ടാവില്ല. അത്ര കണ്ട് അയാൾ ദ്രോഹിക്കും. എങ്കിലും എത്രയൊക്കെ ദ്രോഹിച്ചാലും പട്ടിണി കിടാൻ തോന്നിയിട്ടില്ല. അത് വിശപ്പിന്റെ വില നന്നായി അറിഞ്ഞതുകൊണ്ട് കൂടിയാണ്. കുടിച്ച് ചൂടായി വന്ന് ചോറിന്റെ ചെമ്പും കറിപ്പാത്രവും എടുത്ത് മുറ്റത്തേക്കെറിയുന്ന ദിവസങ്ങളിൽ തന്റെ മക്കൾ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. തല്ല് കിട്ടുമ്പോൾ വേദനിച്ചു കരയുന്നതിനേക്കാൾ കൂടുതൽ അവൾ കരഞ്ഞിട്ടുള്ളത് കണ്ടവന്റെ അടുക്കളപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഭക്ഷണമുണ്ടാക്കി വെച്ചിട്ടും വിശന്ന വയറോടെ അവളുടെ മക്കൾ കിടന്നുറങ്ങിയപ്പോഴാണ്. അങ്ങനെ ഒരു കൃത്യസമയമില്ലാതെ തോന്നുമ്പോൾ കയറി വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ വൈകിട്ട് 6:30 മണിയാകുമ്പോഴേക്കും മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് അവൾ ഉറക്കിക്കിടത്തുന്നത്. നിലത്ത് ബോധമില്ലാതെ ആടിയാടിയിരിക്കുന്ന അയാൾക്ക് മുൻപിൽ ചോറും കറിയും അവൾ കൊണ്ടുവച്ചു. ശേഷം ഒരു പാത്രത്തിൽ കുടിക്കാനുള്ള വെള്ളവും. ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ മേശയുണ്ടെങ്കിലും അയാൾക്ക് നിലത്തിരുന്ന് വിസ്തരിച്ച് കഴിക്കുന്നതാണ് ശീലം. കൈ പോലും കഴുകാതെ അയാൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അയാൾ കഴിച്ചു തീരുവോളം അവൾ ആ വാതിൽക്കൽ തന്നെ നിന്നു. വെള്ളം കുടിച്ച ശേഷം പ്ലേറ്റിലേക്ക് കൈ കാണിച്ച് അവിടെ നിന്നും തന്നെ കൈയും കഴുകി. പിന്നെ അവിടെ ആ നിലത്ത് തന്നെ അങ്ങ് നിവർന്നു കിടന്നു. ഒരടി പോലും എഴുന്നേറ്റ് നടക്കാനാവാതെ അത്രമേൽ അവശനായിരുന്നു അയാൾ. മദ്യം അയാളെ അത്രമേൽ അവശനാക്കിയിരുന്നു. അവൾ പാത്രങ്ങളെല്ലാം പെറുക്കിയെടുത്തു കൊണ്ടുപോയി കഴുകി വെച്ചു. പിന്നെ ഭക്ഷണം കഴിച്ച ഇടം മാത്രം നന്നായി ഒന്ന് തുടച്ചെടുത്തു. അല്ലെങ്കിൽ രാവിലെയാകുമ്പോഴേക്കും ഉറുമ്പിന്റെ ഒരു കളി തന്നെയായിരിക്കും. കൈയും കാലും മുഖവുമൊക്കെ കഴുകി മുറിയിലേക്ക് വരുമ്പോൾ രമേശൻ ഉറങ്ങിയിരുന്നു. കുടിച്ച് ബോധമില്ലാതെ ഹാളിൽ വെറും നിലത്ത് കിടന്നുറങ്ങുന്ന രമേശനെ കണ്ട് ഒന്ന് നെടുവീർപ്പിട്ടുകൊണ്ട് അനില മുറിയിൽ കയറി വാതിലടച്ചു. മക്കളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇപ്പോൾ കുറച്ചു ദിവസം ആയിട്ടേ ഉള്ളൂ രാത്രിയിലെ തല്ലും വഴക്കും ഇല്ലാതെയായിട്ട്. അതിനി എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയില്ല. കുടിക്കുമെങ്കിലും ദേഹം നോവാതെ കിടന്നുറങ്ങാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ചെറിയൊരു ആശ്വാസമുണ്ട്. മക്കളോട് ചേർന്നു കിടന്നുകൊണ്ട് തന്നെ അനിലയും എപ്പോഴോ ഉറങ്ങിപ്പോയി. പതിവ് പോലെ തന്നെ പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് തന്നെ അനിലയുണർന്നു. നല്ല തണുപ്പുണ്ട്. മക്കളെ നന്നായി ഒന്നുകൂടി പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് അനില എഴുന്നേറ്റു. മാളുവിന് ഇന്ന് പരീക്ഷയാണ്. രാവിലെ എഴുന്നേറ്റ് പഠിക്കാമെന്ന് പറഞ്ഞതാണ്. 5 മണിയെങ്കിലും ആവട്ടെ, എന്നിട്ട് വിളിക്കാം, അനില വിചാരിച്ചു. വാതിൽ തുറന്ന് ഹാളിലെത്തിയപ്പോൾ സീറോ ബൾബിന്റെ വെളിച്ചത്തിൽ കണ്ടു മേശയ്ക്കടിയിലായി ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന രമേശനെ. അവളത് കാര്യമാക്കാതെ അടുക്കളയിലേക്ക് നടന്നു. പല്ലു തേച്ച് വേഗത്തിലൊരു കുളിയും പാസാക്കി അവൾ അടുക്കളയിലേക്ക് വന്നു. ചായക്കുള്ള വെള്ളം ഗ്യാസിൽ വെച്ച് അവൾ സാധനങ്ങൾ ഇട്ടുവെക്കുന്ന വലിയ ബക്കറ്റ് തുറന്നു നോക്കി. അജ്മിയുടെ പുട്ടു പാക്കറ്റിൽ ബാക്കിയുണ്ടായിരുന്ന പുട്ടുപൊടി എടുത്ത് നനച്ചു വെച്ചു. അപ്പോഴേക്കും വെള്ളം തിളച്ചിരുന്നു. അവൾ വേഗം ചായപ്പൊടി ചേർത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു. ശേഷം പഞ്ചസാര കൂടി ചേർത്തിളക്കി അവൾ അത് അടച്ചു വെച്ചു. പിന്നെ അവൾ ചെന്ന് വീടിനകവും മുറ്റവും അടിച്ചു വാരി. അതു കഴിഞ്ഞു വരുമ്പോഴേക്കും പുട്ടിനുള്ള പൊടി നന്നായി പുതിർന്നിരുന്നു. അല്പം തേങ്ങ കൂടി ചിരവി അത് പുട്ടുണ്ടാക്കുന്നതിനിടയിൽ ചോറിനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വെച്ചിരുന്നു. വെള്ളം തിളച്ചതും അരി കഴുകി അടുപ്പത്തിട്ടു. അപ്പോഴേക്കും പുട്ടുണ്ടാക്കി കഴിഞ്ഞിരുന്നു. ശേഷം 2 തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്തു. അടുക്കളയിലെ റാക്കിൽ വെച്ചിരിക്കുന്ന ഫോൺ എടുത്തു നോക്കിയപ്പോഴേക്കും സമയം 5 മണിയായിട്ടുണ്ട്. നേരെ മുറിയിലേക്ക് ചെന്നു. നോക്കുമ്പോൾ മാളുവും അപ്പുവും കെട്ടിപ്പിടിച്ച് നല്ല ഉറക്കമാണ്. 5ാം ക്ലാസ്സിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ, പോരാത്തതിന് നല്ല തണുപ്പും. അനിലയ്ക്ക് മാളുവിനോട് പാവം തോന്നി. ഇപ്പോഴേ വിളിച്ചുണർത്താൻ അനിലയ്ക്ക് തോന്നിയില്ല. അവൾ അടുക്കളയിലേക്ക് തന്നെ വന്നു. രമേശൻ വരുന്നതുവരെ പഠിക്കാനിരുത്താൻ അനിലയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതിന് സമ്മതിക്കാത്തത് അവളുടെ അമ്മ മനസ്സ് തന്നെയാണ്. ഒരിക്കൽ ഇതുപോലെ കുടിച്ചു കയറി വന്ന ദിവസം അയാൾ അനിലയെ ഒരുപാട് മർദ്ദിച്ചു. അച്ഛൻ അമ്മയെ ക്രൂരമായി തല്ലുന്നത് കണ്ട് ആ 2 കുഞ്ഞുങ്ങൾ നിലവിളിച്ചു കരഞ്ഞു. കരച്ചിൽ കേട്ടിട്ടാകണം കരയുന്ന കുഞ്ഞുങ്ങളെയും അയാൾ തല്ലാൻ ചെന്നു. അന്നത് എങ്ങനെയാണ് തടഞ്ഞതെന്ന് അനിലയ്ക്ക് മാത്രമേ അറിയൂ. അല്ലെങ്കിലും എത്ര തളർന്നാലും മക്കൾക്ക് വേദനിക്കുമെന്ന് തോന്നിയാൽ ഏതമ്മയാണ് കണ്ടു നിൽക്കുക? അതിനുശേഷം 4 ദിവസമാണ് മാളുവും അപ്പുവും പനി പിടിച്ചു കിടന്നത്. ഇപ്പോഴും അവർക്ക് അച്ഛനെ കാണുന്നത് തന്നെ പേടിയാണ്. അച്ഛൻ വിളിക്കുമ്പോൾ പേടിച്ചു പേടിച്ചാണ് ആ മക്കൾ അച്ഛനരികിലേക്ക് ചെല്ലുന്നത് പോലും. കുടിക്കാത്ത സമയങ്ങളിൽ രമേശിനെ കൊണ്ട് വലിയ ദേഹോപദ്രവം ഒന്നും ഉണ്ടാകാറില്ല.
എന്നാൽ കുടിച്ചു കഴിഞ്ഞാൽ അയാൾ അയാളല്ലാതാവും. അയാളുടെ രൂപവും ഭാവവും മാറും. ചില ദിവസങ്ങളിൽ വീട്ടിൽ അരിയുണ്ടോ എന്ന് പോലും അയാൾ ചിന്തിക്കാറില്ല. കൂട്ടത്തിൽ കുടിക്കാനുള്ള പൈസ കൂടി അനിലയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തുകൊണ്ട് പോകും. തക്കാളിയും ഉള്ളിയും ചേർത്ത് ചെറിയൊരു തട്ടിക്കൂട്ട് കറിയും തേങ്ങാച്ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയെടുത്തപ്പോഴേക്കും അടുക്കളയിലെ പാചകപ്പണി ഏകദേശം കഴിഞ്ഞിരുന്നു. ചോറ് നോക്കിയപ്പോൾ വെന്തു വരുന്നതേയുള്ളൂ. റേഷനരി ആയതുകൊണ്ട് വേഗം വെന്തു കലങ്ങിപ്പോകും. അതുകൊണ്ടവൾ അടുപ്പിലെ കനൽ കുറച്ചിട്ടു. ശേഷം അലക്കാൻ ബാക്കിയുണ്ടായിരുന്ന 2-3 തുണികൾ കൂടി എടുത്ത് അടുക്കളപ്പുറത്തേക്കിറങ്ങി. കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ തുടങ്ങിയതും എണ്ണമയമില്ലാതെ കിടന്ന കപ്പിയും ഉറക്കെ കരഞ്ഞു തുടങ്ങി. വേഗത്തിൽ തുണിയെല്ലാം അലക്കി വിരിച്ചു വരുമ്പോൾ മാളു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. ആ മോള് എഴുന്നേറ്റോ? ചെന്ന് പല്ലു തേച്ച് മുഖമെല്ലാം കഴുകി വാ. അപ്പോഴേക്കും അമ്മ ചൂട് ചായ തരാം. അതും കുടിച്ച് പഠിച്ചാൽ മോൾക്ക് ക്ഷീണം തോന്നില്ല കേട്ടോ. അനില മാളുവിൻ്റെ മുടിയിലൂടെയൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. മാളു അതിനൊന്ന് തലയാട്ടി അവളുടെ കുഞ്ഞി ബ്രഷും എടുത്തുകൊണ്ട് അടുക്കളയിലെ സ്റ്റെപ്പിൽ വന്നിരുന്നു. പല്ലു തേച്ചു വന്ന മാളുവിന് ഒരു ഗ്ലാസ്സിൽ ചൂട് കട്ടൻ ചായയും 4-5 ബിസ്ക്കറ്റും എടുത്തു കൊടുത്തു. അവൾ അത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അനില ചോറിൻ ചെമ്പ് വെള്ളം പോകാൻ വാർത്തുകുത്തി. തലേന്നത്തെ മീൻകറി കുറച്ച് ബാക്കിയുള്ളത് മൺചട്ടിയോടെ തന്നെ ആ അടുപ്പത്തേക്ക് ഇറക്കി വെച്ചു. കനലിൻ്റെ ചൂടുകൊണ്ട് വറ്റി വന്നോളും. പിന്നെ കഴുകാനുണ്ടായിരുന്ന പാത്രങ്ങൾ കൂടി കഴുകി വെച്ചു. ശേഷം മാളുവിന് അരികിൽ വന്നിരുന്നു. അവളുടെ ബുക്ക് വാങ്ങി പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം അവൾക്ക് മനസ്സിലാകുന്നത് പോലെ വേഗത്തിലൊന്ന് പറഞ്ഞു കൊടുത്തു. 5-ാം ക്ലാസ്സിലാണെങ്കിലും മാളുവിന് പഠിക്കാൻ വല്ലാത്തൊരിഷ്ടമാണ്. വീട്ടിലെ അവസ്ഥയും അമ്മയുടെ കഷ്ടപ്പാടും കാണുന്നതുകൊണ്ടാകണം പ്രായത്തിൽ കവിഞ്ഞ പക്വതയും അവൾക്കുണ്ട്. അതാണ് അനിലയ്ക്ക് ഏറ്റവും സമാധാനവും. മാളു ഈ ചെറിയ പ്രായത്തിൽ തന്നെ എപ്പോഴും പറയും, അവൾക്ക് പഠിച്ച് പണി കിട്ടിയാൽ അമ്മ പിന്നെ ഒരിക്കലും കഷ്ടപ്പെടേണ്ടെന്ന്. കുറച്ചു നേരം കൂടെയിരുന്ന് മാളുവിന് പറഞ്ഞു കൊടുത്ത ശേഷം അനില മുറിയിലേക്ക് ചെന്നു. അപ്പു നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞല്ലേ, അവൾക്ക് അവനെയും വിളിക്കാൻ തോന്നിയില്ല. അവൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നു. പണിക്ക് പോകുന്ന വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കൂർക്കല് കുറച്ചധികം ഇരിപ്പുണ്ട്. ഇന്നലെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ നിൽക്കുമ്പോഴാണ് അവർ കടയിൽ നിന്നും അത് കൊണ്ടുവന്നത്. പിന്നെ അവിടെ നിന്നും നന്നാക്കാൻ തോന്നിയില്ല. സ്കൂൾ വിട്ട് മക്കൾ വീട്ടിലെത്തുമ്പോഴേക്കും വീട്ടിലെത്തണം. അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നന്നാക്കാനുള്ള കുറുക്കല് എല്ലാം കൂടി അവർ വീട്ടിലേക്ക് കൊടുത്തു. ഇത് നീ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് ചെറിയൊരു കവറിൽ പ്രത്യേകമായി അവൾക്കും കുറച്ച് കുറുക്കല് കൊടുത്തിരുന്നു. അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അവൾ വാങ്ങിക്കുകയുള്ളൂ എന്ന് അവൾ ജോലിക്ക് പോകുന്ന വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അവൾ അതെല്ലാം കൂടി വലിയൊരു മുറത്തിലേക്ക് ചൊരിഞ്ഞു. എന്നിട്ട് അതുമെടുത്ത് അടുക്കളപ്പടിയിൽ വന്നിരുന്നു. ഞാൻ സഹായിക്കണോ അമ്മേ? കുറച്ചു കഴിഞ്ഞതും ബുക്ക് മടക്കി വെച്ച് മാളു അമ്മയ്ക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അനില മാളുവിനെ ഒന്ന് തലയുയർത്തി നോക്കി. ആള് 5-ാം ക്ലാസ്സിലാണെങ്കിലും കാണാൻ അത്രയൊന്നുമില്ല. പക്ഷെ സംസാരം ചിലപ്പോൾ വലിയ ആളുകളെപ്പോലെയാണ്. അത്യാവശ്യം എല്ലാ ജോലികളും മാളു ചെയ്യും. എങ്കിലും അനില കത്തി അങ്ങനെ ഉപയോഗിക്കാൻ കൊടുക്കാറില്ല. കൈയെങ്ങാനും മുറിഞ്ഞു പോയാൽ അതിൻ്റെ പിന്നാലെയും അവൾ തന്നെ നടക്കണം. വേണ്ട, ഇത് അമ്മ ചെയ്തോളാം. കയ്യിലൊക്കെ കറയാകും. പഠിച്ചു കഴിഞ്ഞെങ്കിൽ മോള് ചെന്ന് കുളിക്കാൻ നോക്ക്, അനില പറഞ്ഞു. അതു കേട്ട് മാളു യൂണിഫോമും തോർത്തും എടുത്ത് കുളിമുറിയിലേക്ക് നടന്നു. മാളുവിന് കുളിക്കാനുള്ള വെള്ളം അനില ആദ്യമേ കുളിമുറിയിലെ ബക്കറ്റിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. അനില അതും പറഞ്ഞുകൊണ്ട് വേഗം ചെന്ന് വിറകടുപ്പിൽ തന്നെ അത്യാവശ്യം വലിയൊരു ചെമ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചു. അത് ചൂടാകുമ്പോഴേക്കും അനില വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന പണി തുടർന്നു. മാളു വെറുതെ അതെല്ലാം നോക്കി അമ്മയ്ക്കരികിലിരുന്നു. ഇടയ്ക്ക് സ്കൂളിലെ വിശേഷങ്ങളെല്ലാം തകൃതിയായി തന്നെ പറയുന്നുണ്ട്. വെള്ളം ചൂടായപ്പോൾ അനില തന്നെ അതെടുത്ത് കുളിമുറിയിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു. ശേഷം അതിലേക്ക് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് ചൂട് പാകത്തിനാക്കി. മാളു കുളിച്ചു വരുമ്പോഴും അനിലയുടെ കൂർക്കല് നന്നാക്കൽ തീർന്നിട്ടില്ല. മാളു, അപ്പുവിനെ ചെന്ന് വിളിക്കി. ഇപ്പോൾ വിളിച്ചാലേ കുറച്ച് കഴിഞ്ഞാലെങ്കിലും എഴുന്നേൽക്കൂ. അനില പറഞ്ഞതും മാളു തലയാട്ടിക്കൊണ്ട് മുറിയിലേക്ക് നടന്നു. ഹാളിലെത്തിയതും കണ്ടു മേശയ്ക്കടിയിലായി കിടക്കുന്ന അച്ഛനെ. മാളുവിന് വല്ലാത്ത സങ്കടം തോന്നി. തൻ്റെ കൂട്ടുകാരുടെ അച്ഛനൊന്നും ഇങ്ങനെയല്ല. അവരൊക്കെ അവരുടെ അച്ഛനെ പറ്റി പറയുന്നത് കേൾക്കണം. വൈകുന്നേരം പണി കഴിഞ്ഞു വരുമ്പോൾ അത് കൊണ്ടുവന്നു, ഇത് കൊണ്ടുവന്നു, പാർക്കിൽ പോയി, ബീച്ചിൽ പോയി, സിനിമ കണ്ടു, അവരുടെ കൂടെ ഒത്തിരി നേരം ഇരുന്ന് കളിച്ചു എന്നൊക്കെ. അതൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണണം. കേൾക്കുമ്പോൾ തന്നെ കൊതി തോന്നും. പക്ഷേ ഞങ്ങളുടെ അച്ഛനെന്താ ഇങ്ങനെ? കുടിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ?
എന്നാൽ അച്ഛന് കുടിക്കാതിരുന്നൂടെ? അച്ഛൻ എന്തെങ്കിലും കുടി നിർത്തുമോ? അങ്ങനെ നിർത്തിയാൽ ഞങ്ങളെ അച്ഛനും അതുപോലെയൊക്കെ ആവുമല്ലേ? ഞങ്ങളെയും ഒരുപാട് സ്നേഹിക്കുമായിരിക്കുമല്ലേ? മാളുവിൻ്റെ കുഞ്ഞു മനസ്സ് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. എന്നാൽ പെട്ടെന്നാണ് രമേശൻ ഉറക്കത്തിലൊന്ന് ഞെരങ്ങിയത്. അതു കണ്ടതും മാളു സ്വപ്നലോകത്ത് നിന്ന് താഴേക്കെത്തിയിരുന്നു. അച്ഛൻ ഉണരുകയാണെന്ന് കരുതി അവൾ പേടിയോടെ വേഗം മുറിയിലേക്ക് കയറി. ശേഷം വാതിലിന് പിറകിൽ ഒളിച്ചു നിന്നുകൊണ്ട് അച്ഛനെ ഒന്ന് നോക്കി. ഉറക്കത്തിൽ തിരിഞ്ഞു കിടന്നതാണെന്ന് മനസ്സിലായതും മാളുവിന് വല്ലാത്ത ആശ്വാസം തോന്നി. അവൾ വാതിൽ ചാരി വെച്ചുകൊണ്ട് അപ്പുവിന് അരികിലേക്ക് വന്നു. കുഞ്ഞിച്ചക്കൻ നല്ല ഉറക്കമാണ്. മാളു ഒരു പുഞ്ചിരിയോടെ അപ്പുവിനെ നോക്കി നിന്നു. മാളുവിന് ഒത്തിരി ഇഷ്ടമാണ് അവളുടെ കുഞ്ഞനിയനെ. അവൾ പുഞ്ചിരിയോടെ തൻ്റെ തണുത്ത കൈ അവൻ്റെ കുഞ്ഞിക്കവിളിൽ ചേർത്തു വെച്ചു. അപ്പോൾ കുളിച്ചു വന്നതായതുകൊണ്ട് തന്നെ അവളുടെ കൈകൾക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. മുഖത്ത് തണുത്ത കൈകൾ പതിഞ്ഞതും അപ്പു ഒന്ന് ചിണുങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു. കണ്ണു തുറന്നതും കാണുന്നത് കുളിച്ച് യൂണിഫോം ഇട്ട് ചിരിയോടെ നിൽക്കുന്ന മാളുവിനെയാണ്. ചേച്ചി! അപ്പു മാളുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ മേലേക്ക് ചാഞ്ഞു. മതിയടാ അപ്പു, എന്തൊരുറക്കാ ഇത്. നമുക്ക് എണീറ്റ് കുളിച്ച് റെഡിയാവണ്ടേ? മാളു അവനെ കൊഞ്ചിച്ചു. ആ വേണം. അതും പറഞ്ഞുകൊണ്ട് അപ്പു കട്ടിലിൽ നിന്നും ചാടിയിറങ്ങി. അപ്പുവിനും സ്കൂളിൽ പോകാൻ വല്ലാത്ത ഉത്സാഹമാണ്. പഠിക്കാനുള്ള താല്പര്യം കൊണ്ടല്ലാട്ടോ. അവന് കളിക്കാൻ ഒത്തിരി കൂട്ടുകാരുണ്ട് അവിടെ, അതാണ് കാരണം. അപ്പു കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങുമ്പോൾ മാളു അവൻ്റെ കയ്യിൽ പിടിച്ചിരുന്നു. ഒരു ചിരിയോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഓടിയപ്പോഴാണ് ഹാളിൽ നിലത്ത് കിടന്നുറങ്ങുന്ന അച്ഛനെ അവൻ കണ്ടത്. അതോടെ അവൻ്റെ കുഞ്ഞിക്കാലുകൾ ഒന്നു നിന്നു. അവൻ പേടിയോടെ മാളുവിനെ തിരിഞ്ഞു നോക്കി. പേടിക്കണ്ട അപ്പു, അച്ഛൻ നല്ല ഉറക്കാ. മാളു അപ്പുവിൻ്റെ കാതിൽ രഹസ്യം പറഞ്ഞു. അപ്പു മാളുവിനെ ഒന്ന് നോക്കിയ ശേഷം മെല്ലെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെത്തിയതും അപ്പു ഹാളിലേക്കൊന്ന് എത്തി നോക്കി. അച്ഛൻ അപ്പോഴും ഉറക്കമാണെന്ന് കണ്ട് അപ്പു അമ്മയ്ക്കരികിലേക്ക് വേഗത്തിൽ ചെന്നു. അടുക്കളപ്പടിയിലിരുന്ന് പണിയെടുക്കുന്ന അമ്മയുടെ പിറകിലൂടെ ചെന്ന് കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു അപ്പു. ആഹാ, അമ്മയുടെ പൊന്ന് എഴുന്നേറ്റോ? അനിലയൊന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അപ്പുവിനോട് ചോദിച്ചു. അതിന് അപ്പുവും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അനിലയുടെ കവിളിൽ മുത്തി. അവളുടെ അമ്മ മനസ്സ് സന്തോഷം കൊണ്ട് നിറയാൻ അതുമാത്രം മതിയായിരുന്നു. അമ്മയുടെ അപ്പുക്കുട്ടൻ ചെന്ന് പല്ലു തേച്ച് കുളിച്ചു വാ, എന്നിട്ട് നമുക്ക് ചായ കുടിച്ച് സുന്ദരക്കുട്ടനായി സ്കൂളിൽ പോകാം. അനില സ്നേഹത്തോടെ അത് പറഞ്ഞതും അപ്പു അതിന് തലയാട്ടി. അപ്പോഴേക്കും മാളു അവൻ്റെ കുഞ്ഞു ബ്രഷിൽ പേസ്റ്റാക്കി അവിടേക്ക് വന്നു. അപ്പു പല്ല് തേച്ചു കഴിയുമ്പോഴേക്കും അനില അപ്പുവിനുള്ള ചൂടുവെള്ളം കുളിമുറിയിൽ കൊണ്ടുപോയി ഒഴിച്ചിരുന്നു. തണുത്ത വെള്ളം കൂടി കൂട്ടി ചൂട് പാകത്തിനാക്കിയ ശേഷം അനില തിരിച്ചു വന്നു. അപ്പു തനിയെ തന്നെയാണ് കുളിക്കാറ്. കുളിച്ചു കഴിഞ്ഞാൽ അനില നന്നായി തല തോർത്തി കൊടുക്കും. കുളി കഴിഞ്ഞ് യൂണിഫോം ഇട്ട് അപ്പു കൂടി വന്നതും അനില രണ്ട് മക്കൾക്കുമുള്ള ചായയുമായി ഉമ്മറത്തേക്ക് വന്നു. ഉമ്മറത്തെ തിണ്ണയിലിരുന്നാണ് രാവിലെ ചായ കുടിക്കാറ്. പുട്ടും പഴവും രണ്ടു പേർക്കും ഇഷ്ടമാണ്. അതാവുമ്പോൾ രാവിലെ വയറു നിറച്ച് കഴിച്ചോളും. അമ്മേ, വണ്ടി പൈസ ആയോ എന്ന് ചോദിച്ചിരുന്നു. കഴിക്കുന്നതിനിടയിൽ മാളു അനിലയോട് പറഞ്ഞു. അതു കേട്ടതും അനില മാളുവിനെ ഒന്ന് നോക്കി. നാളെ കൊടുക്കാം മോളെ, ഇന്ന് വണ്ടി വരുമ്പോൾ അമ്മ പറഞ്ഞോളാം, അനില പറഞ്ഞു. മാളു അതിനൊന്ന് തലയാട്ടി. വണ്ടിയിൽ പറഞ്ഞയക്കാനുള്ള സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടല്ല. വീട്ടിൽ നിന്നും നടക്കാവുന്നതിനേക്കാൾ ദൂരമുണ്ട് സ്കൂളിലേക്ക്. മാത്രവുമല്ല, അധികം ആളുകളൊന്നും ഇല്ലാത്ത ഇടവഴികളാണ് അധികവും. അവരെ തനിച്ച് അവിടം വരെ നടന്നു പറഞ്ഞയക്കുക എന്ന് വെച്ചാൽ പേടിയാണ്. ഈ ഭാഗത്തുള്ള എല്ലാ മക്കളും ആ വണ്ടിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ഒട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് വണ്ടിയിൽ തന്നെ പറഞ്ഞയക്കുന്നത്. അപ്പുവും മാളുവും ഒരേ സ്കൂളിലാണ്. അതാണ് അനിലയുടെ ധൈര്യവും. ചായ കുടിച്ചു കഴിഞ്ഞതും മാളുവിൻ്റെ മുടി രണ്ടു വശത്തേക്കും പിന്നിയിട്ട് കൊടുത്തു അനില. മാളുവിന് നല്ല നീണ്ട കറുത്ത മുടിയാണ്, അനിലയെപ്പോലെ തന്നെ. അതു കഴിഞ്ഞതും മാളുവാണ് അപ്പുവിൻ്റെ മുടി ചീകി ഒതുക്കി വെച്ചത്. ശേഷം ഒരു ചന്ദനക്കുറി കൂടി തൊട്ടുകൊടുത്തതും അപ്പു ഒരു സുന്ദരക്കുട്ടനായി. ഇപ്പോൾ എൻ്റെ അപ്പുക്കുട്ടൻ സുന്ദരക്കുട്ടനായല്ലോ. അതും പറഞ്ഞുകൊണ്ട് അപ്പുവിൻ്റെ കവിളിൽ ഉമ്മ വയ്ക്കുന്ന മാളുവിനെ കണ്ടാണ് അനില ഉമ്മരത്തേക്ക് വന്നത്. അപ്പുവും മാളുവിൻ്റെ കവിളിൽ ചുണ്ടു ചേർക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടതും അനിലയുടെ മനസ്സ് നിറഞ്ഞു, ഒപ്പം കണ്ണും. തൻ്റെ മക്കളെന്നും ഈ സ്നേഹത്തോടെ തന്നെ ഇരിക്കണേ എന്ന് ആ അമ്മ ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു. രണ്ടു പേർക്കും മുട്ട പൊരിച്ചതും ചമ്മന്തിയും വെക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറ് മുഴുവൻ കഴിക്കണം. അവർക്ക് കൊണ്ടുപോകാനുള്ള സ്റ്റീലിൻ്റെ പ്ലേറ്റും വെള്ളക്കുപ്പിയും കൂട്ടത്തിൽ മുട്ട പൊരിച്ചതും ചമ്മന്തിയും വെച്ച പാത്രവും രണ്ടാളുടെയും ബാഗിലേക്ക് വെച്ചുകൊണ്ട് അനില പറഞ്ഞു.
അതിനിടയ്ക്ക് മക്കൾക്ക് ഓംലെറ്റ് കൂടി ഉണ്ടാക്കിയിരുന്നു അവൾ. ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ചോറും കറിയും അവിടുന്ന് കിട്ടും. ഒരേ സ്കൂൾ ആയതുകൊണ്ട് തന്നെ മാളുവിൻ്റെ ഒരു കണ്ണ് എപ്പോഴും അവളുടെ അനിയൻ്റെ പിന്നാലെ ഉണ്ടാകും. എല്ലാം കഴിഞ്ഞ് വണ്ടി വരാൻ കാത്ത് ഉമ്മറത്തിരിക്കുമ്പോഴാണ് രമേശൻ ഉറക്കമെഴുന്നേറ്റ് വരുന്നത്. അച്ഛനെ കണ്ടതും അപ്പുവും മാളുവും അനിലയ്ക്ക് പിന്നിലേക്ക് ചെന്നു. അനില മക്കളെ രണ്ടുപേരെയും ഒന്ന് നോക്കി. അവരുടെ കണ്ണുകളിൽ അച്ഛനോടുള്ള പേടി നിറഞ്ഞു നിൽപ്പുണ്ട്. പക്ഷേ മദ്യത്തിൻ്റെ കെട്ടിറങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പോൾ അയാൾ മക്കളെ ഉപദ്രവിക്കുകയില്ലെന്ന് അനിലയ്ക്ക് അറിയാമായിരുന്നു. ആ ധൈര്യം ഉണ്ടായിരുന്നു അവൾക്ക്. നിങ്ങൾക്ക് പോകാനായോ? അയാൾ അവരോട് ചോദിച്ചു. അതിന് എന്തു പറയണമെന്നോ എങ്ങനെ പറയണമെന്നോ അറിയാതെ രണ്ടുപേരും നിന്നു പരുങ്ങി. അവരൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് അയാളുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. അയാൾ സംശയത്തോടെ അവരെ ഒന്ന് നോക്കി. എന്തേ, ഇന്ന് പോകാനില്ലേ? അയാൾ വീണ്ടും ചോദിച്ചു. ഉണ്ട്, പോവാനുണ്ട്. വണ്ടി ഇപ്പോൾ വരും. മാളുവാണ് അത് പറഞ്ഞത്. അയാളൊന്ന് അമർത്തി മൂളി. അപ്പോഴും അവരയാളെ പേടിയോടെ നോക്കി നിൽക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയെന്നോണം അയാൾ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. രണ്ടാളും ഇവിടെ വാ. അയാൾ ഒരു പുഞ്ചിരിയോടെ തന്നെ അവർ രണ്ടുപേരെയും തൻ്റെ അരികിലേക്ക് വിളിച്ചു. അവർ പേടിച്ച് പേടിച്ച് അയാൾക്കരികിലേക്ക് ചെന്നു. ഇങ്ങ് അടുത്തേക്ക് വാ. തന്നിൽ നിന്നും കുറച്ച് അകലം വിട്ടു നിൽക്കുന്ന മക്കളെ കണ്ട് അയാൾ വീണ്ടും പറഞ്ഞു. മക്കൾ രണ്ടുപേരും രമേശന് അരികിലേക്ക് പതിയെ ചെന്നു. ചായ കുടിച്ചോ? രമേശൻ ചോദിച്ചു. മാളു അതിന് കുടിച്ചെന്ന് തലയാട്ടി. നീയോ അപ്പു? അപ്പു ഒന്നും പറയാതെ രമേശനെ തന്നെ നോക്കി നിന്നപ്പോഴാണ് അപ്പുവിനോട് രമേശൻ അത് ചോദിച്ചത്. അതുകേട്ട് അപ്പു അയാളെ നോക്കി കുടിച്ചെന്ന് തലയാട്ടി. എന്തേ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നേ? മാളുവും അപ്പുവും അയാളെ തന്നെ നോക്കി നിന്നപ്പോഴാണ് രമേശൻ വീണ്ടും അത് ചോദിച്ചത്. അതുകേട്ട് അപ്പുവും മാളുവും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. എന്താണേലും പറഞ്ഞോ? രമേശൻ വീണ്ടും പറഞ്ഞു. അതുകേട്ട് മാളു അനിലയെ ഒന്ന് നോക്കി. അനില പക്ഷേ നിർവികാരതയോടെ ചുമര് ചാരി നിൽക്കുകയാണ് ചെയ്തത്. മാളു അനിലയെ ആണ് നോക്കുന്നതെന്ന് കണ്ട് രമേശന്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ തിരിഞ്ഞ് അനിലയെ നോക്കി. പക്ഷെ അവൾ ദൂരേക്ക് നോക്കി യാതൊരു വികാരവുമില്ലാതെയാണ് നിൽക്കുന്നത്. അയാൾ വീണ്ടും മാളുവിനെയും അപ്പുവിനെയും നോക്കി. എന്താ, അമ്മ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നോ? രമേശൻ ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അയാളുടെ ശബ്ദത്തിന് കുറച്ചുകൂടി ഗൗരവം വന്നെന്ന് മാളുവിന് തോന്നി. ഇതിനു മുൻപ് അച്ഛൻ അമ്മയെ തല്ലിയത് മാളുവിന് ഓർമ്മ വന്നു. താനിപ്പോൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അമ്മ എന്തെങ്കിലും പറഞ്ഞു തന്നതാണെന്ന് കരുതി അച്ഛൻ അന്നത്തേതുപോലെ അമ്മയെ വീണ്ടും തല്ലിയാലോ എന്ന് മാളു ഒരു നിമിഷം പേടിച്ചു. അതുകൊണ്ട് തന്നെ അവൾ പതിയെ പതിയെ പറഞ്ഞു. അത് അച്ഛൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നേ? അച്ഛൻ കുടിച്ചു വരുന്നത് ഞങ്ങൾക്ക് സങ്കടാ, ഞങ്ങൾക്ക് പേടിയാ. മാളു എങ്ങനെയോ രമേശനോട് പറഞ്ഞു. അച്ഛൻ വഴക്കു പറയുമോ എന്ന് പോലും മാളു ഭയന്നു. മാളു പറയുന്നത് കേട്ട് രമേശന്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ അനിലയെ ഒന്ന് നോക്കി. അവൾ പക്ഷേ അപ്പോഴും ദൂരേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. അപ്പുവിനെ നോക്കുമ്പോൾ അവനും പേടിയോടെ തന്നെയാണ് രമേശനെ നോക്കി നിൽക്കുന്നത്. രമേശൻ ഒരു നിമിഷം എന്തു പറയണമെന്ന് പോലും അറിയാതെ അങ്ങനെ നിന്നുപോയി. തന്നെ നോക്കി നിൽക്കുന്ന രണ്ടു കുരുന്നുകളെ കാണെ അയാൾക്ക് ഹൃദയത്തിൽ എവിടെയോ ഒരു വേദന തോന്നി. അയാൾ മക്കളെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഇല്ല, ഇനി അച്ഛൻ കുടിക്കില്ലാട്ടോ, രമേശൻ പറഞ്ഞു. സത്യാണോ? എല്ലിൽ ഞങ്ങളെ പറ്റിക്കാൻ വെറുതെ പറയുകയാണോ? മാളു പിന്നെയും ചോദിച്ചു. അല്ല, സത്യം, ഇനി അച്ഛൻ കുടിക്കില്ല, രമേശൻ ഉറപ്പിച്ചു പറഞ്ഞു. അതുകേട്ട് മാളുവിൻ്റെയും അപ്പുവിൻ്റെയും കണ്ണുകൾ വിടർന്നു. മുഖത്താകെ സന്തോഷം. അവരുടെ സന്തോഷം കണ്ട് രമേശന്റെ മുഖത്ത് നേർത്തൊരു ചിരിയാണെങ്കിൽ അനിലയുടെ മുഖത്ത് സങ്കടമാണ്. വെറുതെ തൻ്റെ മക്കൾക്ക് ആശ കൊടുത്ത് പറ്റിക്കുന്നതിൻ്റെ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. കാരണം ഇനി കുടിക്കില്ലെന്ന് അവളോട് ഇതുപോലെ എത്ര വട്ടം അയാൾ പറഞ്ഞതാണ്. ആദ്യം കേൾക്കുമ്പോൾ സന്തോഷം തോന്നും, പ്രതീക്ഷ തോന്നും. എന്നാൽ ഇത് വെറും ഒരു പറച്ചിൽ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആദ്യം കുറച്ച് സങ്കടം തോന്നുമെങ്കിലും പിന്നീട് വല്ലാത്തൊരു നിർവികാരതയാണ്. ഒരുപാട് തവണ ഈ നശിച്ച കള്ളുകുടി നിർത്തിക്കാൻ കൊണ്ടുപോയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. ഒരാഴ്ചക്കോ 2 ആഴ്ചക്കോ ശേഷം ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും പുറത്തിറങ്ങിയാൽ 1-2 ദിവസം പിടിച്ചു നിൽക്കും. പിന്നെയും പോകും ആ നശിച്ച കള്ളിൻ്റെ പിന്നാലെ. നന്നാവാൻ തീരുമാനിച്ചാലും അതിന് സമ്മതിക്കാതെ സാധനം കയ്യിലെത്തിച്ചു കൊടുക്കാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് നാട്ടിൽ. പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ചാവുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് അനില പതിയെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ രമേശനെ കുറിച്ച് ചിന്തിക്കാറില്ല. മക്കളെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ഒരു കരയ്ക്കെത്തിക്കണം.
അതുമാത്രമേ അവൾക്കിപ്പോൾ ചിന്തയുള്ളൂ. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും അവൾ ഒരുക്കമാണ്. അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള വണ്ടി എത്തിയിരുന്നു. മാളു വേഗം അവളുടെ ബാഗ് എടുത്തിട്ടു. ശേഷം അപ്പുവിൻ്റെ കൈയും പിടിച്ച് മുൻപിൽ നടന്നു. അപ്പുവിൻ്റെ ബാഗ് അനിലയാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. മക്കൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് അനില ഡ്രൈവർക്ക് അരികിലേക്ക് ചെന്നു. രാഹുലെ, പൈസ നാളെ എടുക്കാട്ടോ. ചോദിച്ചു വെച്ചിടത്ത് നിന്ന് നാളെയേ കിട്ടുള്ളൂ. നാളെ എന്തായാലും തരാം, അനില പറഞ്ഞു. സാരില്ല അനിലേച്ചി, രാഘവേട്ടൻ ചോദിച്ചിരുന്നു ഇനി ആരൊക്കെയാ തരാനുള്ളതെന്ന്. മൂപ്പര സ്വഭാവം അറിയാലോ, പൈസ എന്ന് വെച്ചാൽ മരിക്കും. അതാ ഞാൻ പൈസ ആയോന്ന് ചോദിച്ചത്. സാരമില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ചേച്ചി അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, രാഹുൽ പറഞ്ഞു. രാഹുൽ നാട്ടിലെ തന്നെ ഒരു ചെറുപ്പക്കാരനാണ്. ഏകദേശം 28 വയസ്സ് പ്രായം വരും. ഒരേ നാട്ടുകാരായതുകൊണ്ട് തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. രാഹുലിൻ്റെ അച്ഛനും ഒരു കാലത്ത് വലിയ രീതിയിൽ തന്നെയുള്ള മദ്യപാനിയായിരുന്നു. ഇന്ന് അനിലയും മക്കളും അനുഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപേ അനുഭവിച്ചവനാണ് അവൻ. ആ ബുദ്ധിമുട്ട് നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ അനിലയോട് അവന് വല്ലാത്തൊരു പാവം തോന്നും. അനിലയെ കാണുമ്പോൾ അവന് അവൻ്റെ പണ്ടത്തെ അമ്മയെ ഓർമ്മ വരും. അച്ഛൻ തങ്ങളെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായതും എവിടെ നിന്നോ വന്നൊരു ധൈര്യത്തിൽ, അതിനേക്കാളുപരി എന്നോ ഉള്ളിൽ കൊണ്ടു നടക്കുന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാളു അച്ഛന് നേരെ കൈവീശി കാണിച്ചു. അതു കണ്ടതും അപ്പുവിനും ഉത്സാഹമായി. അവനും അയാൾക്ക് നേരെ ചിരിച്ചുകൊണ്ട് കൈവീശി. നേർത്തൊരു പുഞ്ചിരിയോടെ മക്കൾക്ക് നേരെ കൈവീശുമ്പോൾ രമേശന് ആദ്യമായി ഹൃദയത്തിൽ വല്ലാത്തൊരു സന്തോഷം തോന്നി. തൻ്റെ മക്കളുടെ ചിരിക്കുന്ന ചിത്രം അയാൾ ഹൃദയം കൊണ്ട് ഒപ്പിയെടുത്തു. ആദ്യമായിട്ടാണ് ഇതുപോലൊരു അനുഭവം, രമേശൻ ഓർത്തു. നേർത്തൊരു ചിരിയോടെ വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ രാഹുൽ ഒന്ന് അവരുടെ ഉമ്മറത്തേക്ക് നോക്കി. അവിടെ ഉമ്മറത്തിണ്ണയിലിരുന്ന് മക്കളെ നോക്കി ചിരിക്കുന്ന രമേശനെ കണ്ടു. അവൻ്റെ ചുണ്ടിൽ എന്തിനെന്നറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്നത്തെയും പോലെ അമ്മയെ നോക്കി കൈവീശാനും അവർ മറന്നില്ല. മാളുവും അപ്പവും അന്നേറെ സന്തോഷത്തിലായിരുന്നു. കുടിക്കാതെ വരുന്ന അച്ഛനെ കാണാൻ അവർക്ക് വല്ലാത്ത കൊതി തോന്നി. ഇന്ന് വൈകിട്ടേ അത്താഴം കഴിച്ച് കിടക്കേണ്ടാലോ എന്നോർത്ത് അതിലേറെ സന്തോഷവും. എത്രയും വേഗം ഒന്ന് വൈകുന്നേരമായാൽ മതിയെന്ന് ആ 2 മക്കളും കൊതിച്ചു. വണ്ടി കൺമുൻപിൽ നിന്നും മറഞ്ഞതും അനില വീട്ടിലേക്ക് വന്നു. ഉമ്മറത്തേക്ക് വരുമ്പോൾ രമേശൻ പുറത്തേക്ക് നോക്കിയിരിപ്പാണ്. കണ്ടാൽ തന്നെ അറിയാം ആള് വേറെ ഏതോ ചിന്തയിലാണെന്ന്. അവൾ അയാളെ മറികടന്ന് അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അയാളുടെ വിളി വന്നത്. അനി. ആ വിളി കേട്ട് അവൾ അയാളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു വിളി. അല്ലെങ്കിൽ പാതിരാത്രി എപ്പോഴേലും വരും, അതും മൂക്കറ്റം കുടിച്ചുകൊണ്ട്. ആ സമയം വിളിക്കുന്നതൊന്നും ഓർത്തുവെക്കാൻ കൊള്ളാവുന്നതല്ല. പിന്നെ അതിൻ്റെ കെട്ടിറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും താൻ പണിക്കും പോയിട്ടുണ്ടാകും. പക്ഷേ ഏറെ നാളുകൾക്ക് ശേഷം കേൾക്കുമ്പോൾ അവൾക്ക് അതിന് വല്ലാത്തൊരു പുതുമ തോന്നി. ഒരുപാട് പൈസയുണ്ടോ കൊടുക്കാൻ? രമേശൻ ചോദിച്ചു. അത് കേട്ടതും അനിലയുടെ കണ്ണിൽ അത്ഭുതമാണ്. കാലങ്ങളായി കാണും ഇതുപോലെ ഒരു ചോദ്യം ആ നാവിൽ നിന്നും കേട്ടിട്ട്. ചിലപ്പോൾ വീട്ടിൽ അരിയുണ്ടോ എന്ന് പോലും അന്വേഷിക്കാറില്ല. ചില ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരും. അത് പലതും പലയിടത്തു നിന്നും പെറുക്കിയെടുക്കണം. ബോധപൂർവം ഇതുപോലെ ഒരു ചോദ്യം കേട്ടിട്ട് നാളുകളായി. ഒരു നിമിഷം അവൾക്ക് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. ഇനിയും ഒരുപാട് പൈസയുണ്ടോ കൊടുക്കാനെന്ന് രമേശൻ വീണ്ടും ചോദിച്ചു. 1500 അവൾ പറഞ്ഞു. അത് ഞാൻ വൈകിട്ട് കൊണ്ടുതരാം. പിന്നെ വേറെ എന്തെങ്കിലും വേണോ? അയാൾ വീണ്ടും ചോദിച്ചു. അനിലയ്ക്ക് അതെല്ലാം കേട്ടിട്ട് വല്ലാത്ത ഞെട്ടലാണ്. വൈകിട്ട് വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയില്ല. എങ്കിലും കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖം. അരി തീർന്നു, ഇന്നത്തേക്ക് കൂടിയേ ഉള്ളൂ, അനില പറഞ്ഞു. റേഷൻ വാങ്ങാനുണ്ടോ? അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണോ? രമേശൻ ചോദിച്ചു. ഈ മാസത്തെ റേഷൻ വാങ്ങിയതാ, അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങണം, അനില പറഞ്ഞു. മക്കൾക്കെന്താ വാങ്ങേണ്ടത്? അവർക്കെന്താ ഇഷ്ടം? അത് ചോദിക്കുമ്പോൾ രമേശനും എന്തോ ഒരു വെല്ലായ്മയുണ്ടായിരുന്നു. തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, തൻ്റെ മക്കളുടെ കാര്യങ്ങൾ പോലും തനിക്ക് അറിയില്ലെന്നോർത്ത് രമേശന് സ്വയം പുച്ഛം തോന്നി. എന്നാൽ ആ ചോദ്യം കേട്ടതും അനിലയുടെ പിടിവിട്ടിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതു കണ്ടതും രമേശനാകെ വല്ലാതെയായി. അവൾ എന്തിനാണ് കരയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായിരുന്നു. അയാൾ വേഗം അവൾക്കരികിലേക്ക് ചെന്നു. സാരില്ല അനി, ഇനി ഞാൻ കുടിക്കില്ല. ഓരോ ദിവസം രാവിലെയും ഇവിടുന്ന് പോകുമ്പോൾ ഇനി കുടിക്കരുതെന്ന് വിചാരിക്കും. പക്ഷേ പറ്റണ്ടേ? എന്തോ ഒന്ന് എന്നെ വീണ്ടും അതിലേക്ക് വലിച്ചടുപ്പിക്കാണ്. പക്ഷേ ഇന്നെൻ്റെ മോള് എന്നോട് പറഞ്ഞത് കേട്ടപ്പോൾ നെഞ്ചിലെവിടെയോ ഒരു വേദന. ഞാൻ കുടിച്ചു വരുന്നത് അവർക്ക് സങ്കടമാണെന്ന്.
അവർക്ക് പേടിയാണെന്ന്. പോകുമ്പോൾ എനിക്ക് നേരെ കൈവീശി കാണിച്ച് എത്ര സന്തോഷത്തോടെയാ അവര് പോയതെന്നറിയോ? ഞാൻ ഇതുവരെ അങ്ങനെയൊന്ന് കണ്ടിട്ടില്ല. പക്ഷേ അതിന് എത്രത്തോളം സുഖവും സന്തോഷവും ഉണ്ടെന്ന് അറിയോ? അത് കുറേ കാലത്തിന് ശേഷം ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ഞാനിനി കുടിക്കില്ല അനി. എനിക്കിനി കുടിക്കണ്ട. രമേശൻ പറഞ്ഞു. അതു കേട്ടതും അനിലയിൽ നിന്നും ഒരു പൊട്ടിക്കരച്ചിൽ അടർന്നു വീണു. അയാൾ അവരെ ഇരു കൈയും നീട്ടി തന്നിലേക്ക് ചേർത്തു പിടിച്ചു. മദ്യത്തിന്റെ ഗന്ധം അയാളിൽ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിലും അയാളുടെ വാക്കുകളും നിറഞ്ഞ കണ്ണുകളും അവളെ അയാളിലേക്ക് ചേർത്തു വെച്ചു. ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും ആ നെഞ്ചോട് ചേർന്നു നിൽക്കുമ്പോൾ പണ്ട് അനുഭവിച്ചിരുന്ന ആ കരുതൽ അയാളിൽ ആവോളം നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. അന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഒരുപാട് സംസാരിച്ചാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ചത്. ശേഷം പണിക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന രമേശനെ കണ്ട് അനില അയാൾക്കരികിലേക്ക് ചെന്നു. ഇല്ലടി, ഞാനിനി കുടിക്കില്ല. പണി കഴിഞ്ഞാൽ നേരെ ഇങ്ങ് പോരും. ആ സുധാകരനും അരവിന്ദനുമൊക്കെ എത്തിയാലാണ് പ്രശ്നം. അതുകൊണ്ട് അവർ വരുന്നതിന് മുൻപേ ഞാനിങ്ങ് പോരും. അനില പറയാൻ വന്നത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രമേശൻ ആദ്യമേ അവളോട് പറഞ്ഞു. രമേശന് കൽപ്പണിയാണ്. വീട് കോൺട്രാക്റ്റിനെടുത്ത് പണിതു കൊടുക്കും. രാഘവേട്ടനാണ് അതിന്റെ മേസ്തിരി. അയാളുടെ കൂടെ 4-5 പണിക്കാര് വേറെയുമുണ്ട്. പക്ഷെ അയാൾക്ക് ഏറ്റവും ഇഷ്ടം രമേശനെയാണ്. അത് വേറൊന്നുമല്ല, പണിയെടുക്കാൻ രമേശന് യാതൊരു മടിയുമില്ല. ചോര നീരാക്കി പണിയെടുക്കും. രമേശൻ കൂടെയുള്ളതാണ് രാഘവേട്ടന്റെ ധൈര്യവും. പണിയെടുക്കുന്ന സമയത്ത് രമേശൻ കുടിക്കാറില്ല. അതു കഴിഞ്ഞാൽ അതിനും വേണ്ടി ധാരാളം കുടിക്കും. അധ്വാനിക്കുന്നതൊന്നും വീട്ടിലെത്താറുമില്ല. ഇങ്ങനെ കുടിക്കരുതെന്ന് പറഞ്ഞ് രാഘവേട്ടൻ ഒരുപാട് ഉപദേശിച്ചതാണ്. അപ്പോഴെല്ലാം എങ്ങനെയെങ്കിലും കുടി നിർത്തണം, ഇനി കുടിക്കില്ല എന്നൊക്കെ പറയും. എന്നാൽ നിർത്താൻ ഇതുവരെയും അവന് പറ്റിയിട്ടില്ല. അന്ന് രമേശനും അനിലയും ഒരുമിച്ചാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് നിന്റെ ഈ പണി അങ്ങ് നിർത്തണം. നീ വല്ലാതെ ക്ഷീണിച്ചു. അവളുടെ മെലിഞ്ഞ കൈ തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് രമേശൻ പറഞ്ഞു. അതിനവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. ഞാൻ കാര്യമായി പറഞ്ഞതാണ് അനി. ഇത്ര കാലം നീ ഓടിയില്ലേ? ഇനിയും ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്താൽ നീ എവിടെയെങ്കിലും വീണു പോകും. ഞാനും ഒത്തിരി പണിയെടുത്തു. പക്ഷേ 1 രൂപ പോലും നിനക്കോ മക്കൾക്കോ അനുഭവിക്കാൻ കിട്ടിയിട്ടില്ല. നയിച്ച പൈസക്ക് ഞാൻ കള്ളും കുടിച്ച് അത് വെറുതെ കളയുമ്പോൾ ആ പൈസ ഉണ്ടാക്കാനല്ലേ നീ വല്ലവരുടെയും വീട്ടിൽ പണിക്ക് പോയത്? ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അനി. എൻ്റെ കള്ളുകൂടി കാരണം നീ എത്ര സഹിച്ചു, നമ്മുടെ മക്കൾ എത്ര സഹിച്ചു. അതുകൊണ്ട് ഞാൻ എല്ലാം നിർത്തി. എന്നാലും നിർത്താമെന്ന് വിചാരിച്ചാലും അതിൻ്റെ മണവും നിറവും കണ്ടാൽ ഞാൻ ചിലപ്പോൾ കുടിച്ചു പോകും. അതുകൊണ്ട് പണി കഴിഞ്ഞാൽ ഞാൻ നേരെ ഇങ്ങ് പോരും. നീയും പറ്റുമെങ്കിൽ നേരത്തെ പോര്. നമുക്ക് കുറച്ച് കപ്പയും കോഴിയും ഒക്കെ വാങ്ങാം. രമേശൻ പറഞ്ഞു. അവളുടെ മനസ്സ് നിറയ്ക്കാൻ രമേശൻ പറഞ്ഞ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു. അവളുടെ നെഞ്ചിൽ ഇത്ര കാലം പുകഞ്ഞുകൊണ്ടിരുന്ന തീയിലേക്ക് തണുത്ത വെള്ളമൊഴിച്ച് അത് കെടുത്തിയിരുന്നു രമേശന്റെ വാക്കുകൾ. ദൈവമേ, ഈ പറഞ്ഞതുപോലെ തന്നെ നടക്കണേ. ഇനിയും ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കല്ലേ എന്നൊരു പ്രാർത്ഥനയെ അവൾക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. രമേശേട്ടാ, കുടിച്ചേക്കല്ലേ? അനില പണിയെടുക്കുന്ന വീടെത്തിയതും അവൾ രമേശിനോട് പറഞ്ഞു. ഇല്ലടി, ഞാൻ വേഗം വരാം. നീയും വേഗം പണിയെല്ലാം തീർത്ത് ഇറങ്ങ്. മക്കൾ വന്നിട്ട് ഞാൻ കള്ളുകൂടി നിർത്തിയത് നമുക്കങ്ങ് ആഘോഷിക്കാം. രമേശ് ഒരു ചിരിയോടെ പറഞ്ഞു. ആ ചിരി പതിയെ അവളിലേക്കും വ്യാപിച്ചിരുന്നു. അന്ന് ജോലിയെടുക്കാൻ അനിലയ്ക്ക് വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു. മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു വരുന്നത് പോലെ. അതുകൊണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിലങ്ങനെ സ്ഥാനം പിടിക്കുന്നത്. എന്താ അനിലെ, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അനിലയുടെ മുഖത്തെ തെളിച്ചം കണ്ട് അവൾ ജോലി ചെയ്യുന്ന വീട്ടിലെ സ്ത്രീ അവളോട് ചോദിച്ചു. രാധ എന്നാണ് അവരുടെ പേര്. ഒന്നുമില്ല രാധേച്ചി, അനില പറഞ്ഞു. ഏയ്, അങ്ങനെയല്ല, എന്തോ ഒന്നുണ്ട്. അല്ലെങ്കിൽ എന്നും തൂങ്ങി പിടിച്ചിരിക്കുന്ന നീ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നതെന്തിനാ? ഇനി എന്നോട് പറയാൻ പാടില്ലെന്നുണ്ടോ? രാധ വീണ്ടും ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമില്ല രാധേച്ചി. അത് രമേശേട്ടൻ ഇനി കുടിക്കില്ലാന്ന് പറഞ്ഞു. നേരം വൈകിയാൽ എല്ലാവരും 1-2 പറഞ്ഞു കുടിപ്പിക്കും. അതുകൊണ്ട് ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞു. സാമ്പാർ കഷ്ണങ്ങൾ അരിയുന്നതിനിടയിൽ തിരിഞ്ഞു നിന്ന് അനില പറഞ്ഞു. അത് പറയുമ്പോൾ അനിലയുടെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചമുണ്ട്. അത് കണ്ടതും രാധയുടെ മുഖത്തും ഒരു ചിരി വിരിഞ്ഞു. വർഷങ്ങളായി അനില അവിടെ പണിക്ക് നിൽക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് അവർക്കെല്ലാം അറിയാം. ഓർക്കുമ്പോൾ അവർക്ക് അവളോട് പാവം തോന്നും. പൈസ കൊടുത്താൽ അവൾ വാങ്ങില്ല. അതുകൊണ്ടാണ് പലപ്പോഴും സാധനങ്ങളായും മറ്റും നിർബന്ധിച്ച് അവളെ സഹായിക്കുന്നത്.
എന്നും ദുഃഖം മാത്രം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖത്ത് ഇന്ന് ഈ തെളിച്ചം കാണുമ്പോൾ രാധയ്ക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. ആണോ, നന്നായി. അങ്ങനെയെങ്കിൽ നിന്റെ കഷ്ടപ്പാടൊക്കെ ഇനി മാറും അനിലേ. നിനക്കും സുഖവും സന്തോഷവും ഒക്കെ കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്, രാധ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അനില രാധയെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഈ നാട്ടുകാരാ അവനെ ഇങ്ങനെ കുടിപ്പിച്ച് നശിപ്പിക്കുന്നേ. കുടിയൊക്കെ നിർത്തണമെന്ന് അവരാഗ്രഹിച്ചാലും കൂടെ നടന്ന് അവരെ കുടിപ്പിക്കും. കള്ളു കുടിക്കുന്ന നാട്ടുകാരുമായി അധികം അടുപ്പിക്കണ്ട. കുടിക്കാതെ ഇരുന്നാൽ രമേശൻ നല്ലവനാ. അതുകൊണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പിന്നെ അധികം പുറത്തേക്കൊന്നും വിടണ്ട. മക്കളെ കൂടെയൊക്കെ കുറച്ചു നേരം കളിച്ചോട്ടെ. അതിൻ്റെ ഒരു സുഖം അറിഞ്ഞാൽ പിന്നെ അവന് പുറത്തേക്ക് പോവാനൊന്നും തോന്നില്ല അനിലേ. രാധ പറഞ്ഞു നിർത്തിയതും അത് സത്യം തന്നെയാണെന്ന് അനിലയ്ക്ക് തോന്നി. രമേശേട്ടനും പറയുന്നത് ഇതുതന്നെയാണല്ലോ. എന്തായാലും രമേശേട്ടൻ വരുമ്പോഴേക്കും അങ്ങെത്തണം. അവൾക്ക് അതായിരുന്നു മനസ്സിൽ. പിന്നെ ഇത് നീ ചോദിച്ച പൈസയാ. 2000 ഉണ്ട്. ഒരു ദിവസത്തെ കൂലി അധികമുണ്ട്. രാധ അവളുടെ കയ്യിലേക്ക് 500-ന്റെ 4 നോട്ട് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതുകേട്ട് അനില രാധയെ ഒന്ന് നോക്കി. മക്കളുടെ വണ്ടിപ്പൈസ കൊടുക്കാൻ വേണ്ടി തലേന്ന് തന്നെ അനില പൈസ ചോദിച്ചു വെച്ചിരുന്നു. വെറുതെയല്ല, അടുത്തതിൽ ഞാനങ്ങ് കുറച്ചോളാം. ജോലിയെടുക്കാതെ പൈസ വാങ്ങാൻ അനിലയ്ക്ക് മടിയാണ്. കടമായി വാങ്ങാറുണ്ട്. പക്ഷേ വാങ്ങിയത് ഇനിയുമുണ്ട് കൊടുത്തു തീർക്കാൻ. വീണ്ടും കടം ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് 3 ദിവസത്തെ കൂലി ചോദിച്ചത്. ബാക്കിയെല്ലാം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങിപ്പോയതാണ്. രാവിലെ പറഞ്ഞതെല്ലാം സത്യമാവണേ. ഇനി അങ്ങോട്ട് എന്നും കുടിക്കാതെ വരണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അനില വീട്ടിലേക്ക് ചെന്നത്. മുറ്റത്തെത്തിയപ്പോഴേ അടുക്കളയിൽ നിന്നും പാത്രത്തിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. പണി കഴിഞ്ഞു വരാനുള്ള സമയമായിട്ടില്ലാലോ. അതും ചിന്തിച്ചുകൊണ്ടാണ് അനില അകത്തേക്ക് ചെന്നത്. ഹാളിൽ നിന്നും അടുക്കളയിലേക്കുള്ള വാതിൽക്കൽ ചെന്ന് നോക്കുമ്പോൾ അകത്തെങ്ങും ആരെയും കാണാനില്ല. വലിയൊരു കവർ നിറച്ചും പച്ചക്കറികളും മറ്റെന്തൊക്കെയോ സാധനങ്ങളുമുണ്ട്. അവൾ പുറത്തേക്കുള്ള അടുക്കളവാതിൽക്കൽ ചെന്ന് നോക്കിയപ്പോൾ കണ്ടു കിണറ്റിൻകരയിൽ നിന്നെന്തോ കഴുകിയെടുക്കുന്ന രമേശനെ. അപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. അവളൊന്ന് നെഞ്ചിൽ കൈവച്ച് ദൈവത്തെ വിളിച്ചുപോയി. കിണറ്റിൻകരയിലേക്ക് നടക്കുമ്പോൾ അനിലയുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അരികത്ത് ചെന്ന് നോക്കിയപ്പോൾ ആൾ ചിക്കൻ കഴുകിയെടുക്കുന്ന തിരക്കിലാണ്. ഇന്നെന്താ നേരത്തെ? കുറെ നേരായോ വന്നിട്ട്? അനില ഒരു പുഞ്ചിരിയോടെ തന്നെ ചോദിച്ചു. പുറകിൽ നിന്നും ശബ്ദം കേട്ടതും രമേശൻ ഒന്ന് തിരിഞ്ഞ് അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇന്ന് ഉച്ചവരെ പണിയുണ്ടായിരുന്നുള്ളൂ. വരുന്ന വഴിക്ക് കുറച്ച് കപ്പയും ചിക്കനും പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അതും കൊണ്ട് നേരെ ഇങ്ങു പോന്നു. ദേ ഇത് കഴുകിയെടുക്കുന്ന സമയമായിട്ടേ ഉള്ളൂ വന്നിട്ട്. അവസാന കഷ്ണം ചിക്കനും കഴുകിയെടുത്തുകൊണ്ട് രമേശൻ പറഞ്ഞു. ഇങ്ങ് താ രമേശേട്ടാ, ഞാൻ ചെയ്യാം. അവൾ അവൻ്റെ കയ്യിൽ നിന്നും പാത്രം വാങ്ങാൻ കൈ നീട്ടിയതും രമേശൻ അത് പുറകിലേക്ക് വലിച്ചു. വേണ്ട, ഇന്നത്തെ കുക്കിംഗ് എൻ്റെ വക. നീ ചുമ്മാ അവിടെ വന്ന് അങ്ങനെ ഇരുന്നാ മതി, രമേശൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. രണ്ടുപേരും അകത്തെത്തിയതും അനില വേഗം രമേശൻ വാങ്ങിക്കൊണ്ടു വന്ന കപ്പയെടുത്ത് നന്നാക്കാനൊരുങ്ങി. നിന്നോടല്ലേ അനീ പറഞ്ഞേ കുക്കിംഗ് ഞാനാണെന്ന്? ഞാൻ തന്നെ നന്നാക്കിക്കോളാം, രമേശ് അവളുടെ കയ്യിൽ നിന്നും കപ്പയുടെ കവർ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാം രമേശേട്ടാ. എങ്ങനെയാ വെറുതെ ഇരിക്കുന്നേ? അനില ചോദിച്ചു. അതു കേട്ട് രമേശൻ ഒന്ന് ചിരിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഒന്ന് നന്നാക്കി അരിഞ്ഞെടുത്തോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ചതച്ചെടുക്കാം. പച്ചക്കറികളെല്ലാം കൂടി വലിയൊരു മുറത്തിലിട്ട് കൊടുത്തുകൊണ്ട് രമേശൻ പറഞ്ഞു. അവൾ അതെല്ലാം നന്നാക്കിയെടുക്കുമ്പോഴേക്കും രമേശൻ ചിക്കനിലാകെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും അല്പം മല്ലിപ്പൊടിയും കുറച്ച് ചെറുനാരങ്ങാനീരും ചേർത്ത് പുരട്ടിവെച്ചു. എന്തിനാ ഇത്രയധികം വാങ്ങിയത് രമേശേട്ടാ? കുറച്ച് പോരായിരുന്നോ? ഇതിപ്പോ എത്ര കിലോയാണ്? അനില ചോദിച്ചു. 2 കിലോ. സാരമില്ലടി, നമുക്ക് നാളേക്ക് കൂടി വറ്റിച്ചെടുക്കാം, രമേശൻ പറഞ്ഞു. അനില ഒരു നിമിഷം രമേശനെ തന്നെ നോക്കി നിന്നു. പണ്ടെങ്ങോ കളഞ്ഞുപോയ രമേശനെ വീണ്ടും തിരിച്ചു കിട്ടുകയാണെന്ന് അവൾക്ക് തോന്നി. ചിക്കനിൽ മസാല പുരട്ടി വച്ച ശേഷം നന്നാക്കാനുള്ള കപ്പയുമെടുത്ത് രമേശൻ അവൾക്കരികിൽ വന്നിരുന്നു. കപ്പ നന്നാക്കിയെടുക്കുന്ന രമേശനെ നോക്കി അനില വെറുതെ അങ്ങനെയിരുന്നു. എന്തേ ഇങ്ങനെ നോക്കുന്നേ? നീ ഇതിനു മുൻപ് എന്നെ കണ്ടിട്ടില്ലേ? അവളെ നോക്കാതെ തന്നെ തന്നെയും നോക്കിയിരിക്കുന്ന അനിലയെ രമേശൻ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ നോക്കാതെ തന്നെയാണ് രമേശൻ അത് ചോദിച്ചതും. കണ്ടിട്ടുണ്ട്, പക്ഷേ വർഷങ്ങൾക്ക് മുൻപാണെന്ന് മാത്രം, അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അനില പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അവളുടെ സ്വരം ഒന്ന് ഇടറിയോ എന്ന് രമേശന് തോന്നി. സാരമില്ലടി, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, രമേശൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് പറഞ്ഞു.
എനിക്ക് ഈ രമേശേട്ടന് വേണം. ഈ രമേശേട്ടൻ മതി നമുക്ക്. മറ്റേത് വേണ്ട, അത് കൊള്ളില്ല, അനില പറഞ്ഞു. അവൾ പറയുന്നത് കേൾക്കെ രമേശന്റെ കണ്ണുകൾ വിടർന്നിരുന്നു. പണ്ട് ഇതുപോലെ ചിണുങ്ങിക്കൊണ്ട് കുറുമ്പ് പറയുന്നൊരുവൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതെല്ലാം നഷ്ടമായി. അല്ല, താൻ നഷ്ടപ്പെടുത്തി. ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങൾ മദ്യം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞവനാണ് താൻ. അവന് ഒരേ സമയം കുറ്റബോധവും നഷ്ടബോധവും തോന്നി. അവൻ അനിലയെ ഒന്ന് നോക്കി. പിന്നെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, മതി, ഈ രമേശൻ മതി. എനിക്കും അതാ ഇഷ്ടം. നീ പറഞ്ഞതുപോലെ മറ്റേത് ഒട്ടും കൊള്ളില്ല. അനിലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് രമേശൻ പറഞ്ഞു. ഉള്ളിയും തക്കാളിയും വാട്ടിയെടുത്ത് ചിക്കൻ കറി വെച്ചു. അവസാനം കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് വേവിച്ചതും അടിപൊളി ചിക്കൻ കറി തയ്യാർ. കപ്പ വേവിച്ചതും രമേശൻ തന്നെയായിരുന്നു. വെന്തുവന്ന കപ്പയിലേക്ക് വറ്റൽമുളകും കടുകും ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി താളിച്ചെടുത്തതും കപ്പയും റെഡി. അനില കണ്ണടച്ചു പിടിച്ചുകൊണ്ട് അതിൻ്റെ മണം പിടിച്ചെടുത്തു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അതിൽ നിന്നും ഒരു കഷ്ണം കപ്പയെടുത്ത് ഊതി ചൂട് തണച്ച ശേഷം അവളുടെ വായിലേക്കിട്ടു കൊടുത്തുകൊണ്ട് രമേശൻ ചോദിച്ചു. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ വെക്കുന്നതിലും കൊള്ളാം, അനില പറഞ്ഞു. പിന്നെ ഒന്ന് പോയേടി അവിടുന്ന്, രമേശൻ ഒരു ചിരിയോടെ പറഞ്ഞു. നല്ല കാര്യം, നന്നായിട്ടുണ്ട്. രമേശേട്ടന് ഓർമ്മയുണ്ടോ, പണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോട് ചിക്കൻ കറി ഉണ്ടാക്കാൻ അമ്മ പറഞ്ഞപ്പോൾ ആരും കാണാതെ വന്ന് രമേശേട്ടൻ ഉണ്ടാക്കി തന്നത്? അന്നെനിക്ക് ഒട്ടും ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. രമേശേട്ടനാ അന്നെന്നെ സഹായിച്ചത്. അന്നത്തെ ആ കറിയുടെ ഒരു രുചി അതുപോലെ തന്നെയുണ്ട് ഇതും, അവളേതോ ഓർമ്മയിലെന്നവണ്ണം പറഞ്ഞു. തെല്ലൊരു നിമിഷം രമേശന്റെ ഓർമ്മയും അന്നത്തെ കാലത്തേക്ക് പോയി. രണ്ടു വീട്ടുകാരും ചേർന്ന് ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു തങ്ങളുടെ വിവാഹം. ആദ്യമെല്ലാം സന്തോഷമായിരുന്നു. തന്നെ വിശ്വസിച്ചു വന്നവളെ ഒരിക്കലും കരയിപ്പിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അന്നെല്ലാം അത്രയേറെ സ്നേഹം കൊടുക്കാനും ശ്രമിച്ചിരുന്നു. പക്ഷേ തൻ്റെ അമ്മയ്ക്ക് അന്നും അവളെ ഇഷ്ടമല്ല. മരുമകൾ ഒരിക്കലും മകളാകില്ലെന്നാണ് അമ്മ പറയാറ്. ദ്രോഹിക്കാവുന്നതിൻ്റെ അപ്പുറം അവളെ ദ്രോഹിച്ചു. ജോലിയെടുക്കാത്ത ഒരു സമയം പോലും അവൾക്ക് ആ വീട്ടിലുണ്ടായിരുന്നില്ല. അതുപോലെ ഒരു ശിക്ഷയായിരുന്നു വീട്ടിൽ വിരുന്നുകാർ വന്ന ദിവസം ചിക്കൻ കറി വെക്കാനറിയാത്ത അവളെക്കൊണ്ട് തന്നെ അതുണ്ടാക്കിപ്പിച്ചത്. എല്ലാവരുടെയും മുൻപിൽ അവളെ നാണം കെടുത്തണം, വഴക്ക് പറയണം. അതായിരുന്നു അമ്മയുടെ ലക്ഷ്യം. അന്നാണ് ആരും കാണാതെ താൻ അടുക്കളയിൽ കയറിയതും ചിക്കൻ കറി ഉണ്ടാക്കിയതും. വന്നവർക്കെല്ലാം അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളെ അങ്ങ് പൊക്കിയപ്പോൾ അമ്മയ്ക്ക് അതൊട്ടും സഹിച്ചില്ല. അന്ന് വീട്ടിൽ നടന്നത് വല്ലാത്തൊരു പൂരമായിരുന്നു. അന്നും അനില ഇതുപോലെയാണ്, എല്ലാം സഹിച്ചു നിൽക്കും. അവസാനം ഗതികെട്ട് താനും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. ഇപ്പോഴും ഓർമ്മയുണ്ട് ഇനിയൊന്നും പറയേണ്ടെന്നും പറഞ്ഞ് തന്നെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന അനിലയെ. പിന്നീടും ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയും അവളെ അവിടെ കിടന്ന് നരകിക്കാൻ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെയാണ് അവിടെ നിന്നും മാറി താമസിച്ചത്. പിന്നീട് ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഇവിടെ ഒരു 3 സെന്റ് സ്ഥലം വാങ്ങി ഒരു കുഞ്ഞു വീട് വെച്ചു. അപ്പോഴെല്ലാം പൈസയ്ക്ക് കുറവുണ്ടായിരുന്നെങ്കിലും സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. രമേശേട്ടൻ്റെ സ്നേഹം മാത്രം മതിയെന്ന് പറഞ്ഞ് എല്ലാം സഹിച്ച് തന്നോട് ചേർന്നു നിന്നവൾ. മാളുവും അപ്പവും ഉണ്ടായിക്കഴിഞ്ഞ് കുറേ കാലം കൂടി നല്ല ജീവിതമായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ പിന്നീടെപ്പോഴോ ചെറുതിൽ നിന്നും തുടങ്ങി വലിയൊരു മദ്യപാനിയായി മാറിയിരുന്നു താൻ. കുടി നിർത്തിക്കാൻ വേണ്ടി അനില ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. പകൽ കുടിക്കരുതെന്ന് കരുതും. പക്ഷേ സന്ധ്യയായാൽ 2 എണ്ണം അടിക്കാതെ വയ്യ. ഒന്നിൽ തുടങ്ങി ഒരു കുപ്പി മുഴുവൻ ഒറ്റയടിക്ക് തീർത്ത ദിവസമുണ്ട്. അവിടെ ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല. അതിനുശേഷമാണ് അനില ജോലിക്ക് പോയി തുടങ്ങിയത്. താനുണ്ടായിട്ടും തൻ്റെ മക്കളെ പട്ടിണിക്കിടാതെ പോറ്റിയത്. ഒരു നിമിഷം രമേശന്റെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. രമേശൻ അനിലയെ ചേർത്തു പിടിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെന്ന് അനിലയ്ക്ക് മനസ്സിലായി. അവൾ അവൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. അതൊന്നും ഇനി ഓർക്കേണ്ട, അനില പറഞ്ഞു. നിനക്കെന്നോട് ദേഷ്യമില്ലേ അനി? രമേശൻ ചോദിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പറ, ദേഷ്യം തോന്നിയിട്ടില്ലേ? അവൻ വീണ്ടും ചോദിച്ചു. അങ്ങനെ ചോദിച്ചാലുണ്ട്, ഒത്തിരി തവണ. എന്നെയും മക്കളെയും എന്താ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതെന്ന് വിചാരിച്ച്. രമേശേട്ടൻ അറിയോ, ഏട്ടൻ വരുന്നതിന് മുൻപ് വൈകിട്ടേ മക്കൾക്ക് അത്താഴം കൊടുത്ത് നിർബന്ധിച്ച് കിടത്തിയുറക്കുമ്പോൾ നമ്മുടെ അച്ഛൻ എന്താ ഇങ്ങനെയായി പോയതെന്ന് പറഞ്ഞ് അവർ കരയുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി ദേഷ്യം തോന്നിയിട്ടുണ്ട്. അച്ഛൻ കുടിക്കുന്നത് കൊണ്ടാ. കുടിക്കാതെ വന്നാൽ അച്ഛൻ പാവമാണെന്ന് പറയുമ്പോൾ അവർ ചോദിക്കും,
പിന്നെ എന്തിനാ കുടിക്കുന്നേ, കുടിക്കാതെ വന്നാൽ പോരേ എന്ന്. മറുപടി ഒന്നും പറയാൻ കഴിയാതെ നിൽക്കേണ്ടി വരുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളേറെ എനിക്ക് സങ്കടമായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിറഞ്ഞിരിക്കുന്ന അവൻ്റെ കണ്ണുകൾ കാണെ പിന്നെയൊന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല. സാരമില്ല, അതൊക്കെ മാറി. ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിലും വെറുക്കാൻ തോന്നിയിട്ടില്ല. വെറുപ്പ് തോന്നിയതത്രയും ആ കുപ്പിയിലെ ആ നശിച്ച വെള്ളത്തോടാ. കുടുംബം തകർക്കുന്ന, ജീവിതം നശിപ്പിക്കുന്ന, സമാധാനം കളയുന്ന ആ നശിച്ച വെള്ളത്തോട്. പറയുമ്പോൾ ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾ തളർന്നു പോവുകയാണെന്ന് അവന് തോന്നി. അവൻ അവളെ ചേർത്തു പിടിച്ചു. എൻ്റെ അരികിൽ എന്നും ഇങ്ങനെയുണ്ടായാൽ മതി. എൻ്റെ മക്കൾക്ക് അവരുടെ അച്ഛനെ വേണം. ആ സ്നേഹം വേണം. എനിക്കും വേണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആ പഴയ രമേശേട്ടനെ. നമുക്കിതൊന്നും വേണ്ട. ഇതൊന്നും ഓർക്കുക കൂടി വേണ്ട. അവൾ അവൻ്റെ നെഞ്ചോരം ചേർന്നു നിന്നുകൊണ്ട് പറഞ്ഞു. അങ്ങനെ തന്നെയാടാ. അത്രമാത്രമേ അവന് പറയാൻ ആവുന്നുണ്ടായിരുന്നുള്ളൂ. അവൻ അവളുടെ നെറുകയിൽ ഏറെ സ്നേഹത്തോടെ ചുണ്ടു ചേർക്കുമ്പോൾ അവളിൽ നിന്നും വീണ്ടും ഒരു കരച്ചിൽ പുറത്തേക്ക് വന്നിരുന്നു. അവൻ പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചു. ഞാനൊന്ന് പുറത്തു പോയി വരാം. കുറച്ചു നേരത്തിനു ശേഷം രമേശൻ അത് പറയുമ്പോൾ അനിലയുടെ നെഞ്ചൊന്ന് പിടച്ചു. ദൈവമേ, ആശിച്ചതും പ്രതീക്ഷിച്ചതുമെല്ലാം വെറുതെയാണോ? എല്ലാം കൈവിട്ടു പോവുകയാണോ? അനിലയ്ക്ക് നെഞ്ചിനകത്ത് വല്ലാത്ത പ്രയാസം തോന്നി. ഇനി കുടിക്കില്ലെന്ന് രമേശൻ പറയുമ്പോഴും അവൾക്കറിയാം, വർഷങ്ങളായി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം അങ്ങനെ കുടി നിർത്താൻ പറ്റില്ലെന്ന്. കുടിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ, അത് കൺമുന്നിലെത്തിയാൽ, ഒഴിച്ചു തരാൻ ആളുണ്ടെങ്കിൽ ആരായാലും കുടിച്ചു പോകും. രാധേജി പറഞ്ഞത് ശരിയാണ്. കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന, മൂക്കറ്റം കുടിപ്പിക്കുന്ന നാട്ടുകാരുമായി രമേശേട്ടനെ അധികം അടുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. രമേശേട്ടനും അതുതന്നെയല്ലേ പറഞ്ഞത്? അവളൊരു ആവലാതിയോടെ രമേശനെ നോക്കി. രമേശേട്ടാ, എന്തിനാ ഇപ്പോൾ പുറത്തു പോകുന്നേ? അനില രമേശനോട് ചോദിച്ചു. അവളുടെ മുഖത്തെ വെപ്രാളം കണ്ട് രമേശൻ ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ അനി, നീ ഇങ്ങനെ പേടിക്കല്ലേ. ഞാൻ കുടിക്കാനല്ല പോകുന്നേ. അവരൊക്കെ ഒത്തുകൂടാൻ ഇനിയും സമയമുണ്ട്. ഞാനിതേ ഇപ്പോൾ തന്നെ ഇങ്ങ് വരും. അവളുടെ പേടി അറിയാവുന്നതുകൊണ്ട് ഒരു പുഞ്ചിരിയോടെയാണ് രമേശൻ അത് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ എന്താ പെട്ടെന്നൊരു പുറത്തുപോക്ക്? അനില വീണ്ടും ചോദിച്ചു. കുറേ കാലം മുൻപായിരുന്നു തൻ്റെ പിന്നാലെ നടന്ന് ഇത്തരം ചോദ്യങ്ങളെല്ലാം അനില ചോദിച്ചിരുന്നതെന്ന് രമേശൻ ഓർത്തു. അതിന് അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. കാലം കുറച്ചായി മദ്യപിക്കാതെ അവളുടെ മുൻപിൽ ചെന്നു നിന്നിട്ട്. അല്പമെങ്കിലും മദ്യമില്ലാതെ ഒരിക്കൽ പോലും താൻ അവളുടെ മുൻപിൽ പോയി നിന്നതായി ഓർമ്മയില്ല. രാത്രി മൂക്കറ്റം കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വരുന്നതും കിടക്കുന്നതും ഒന്നും ബോധത്തോടെയല്ല. അതിനിടയ്ക്ക് തല്ലും വഴക്കുമൊക്കെ അതിൻ്റെ മുറ പോലെ വന്നു പോയിക്കൊണ്ടിരിക്കും. രാവിലെ അധികവും അനില പോയി കഴിഞ്ഞിട്ടാണ് താൻ എഴുന്നേൽക്കുന്നത്. നേരത്തെ പോകുന്ന ദിവസം കുടിച്ചു വന്നതിൻ്റെ കുറ്റബോധമോ എന്തോ ഒരു വെല്ലായ്മ കൊണ്ട് അവളോടൊന്നും സംസാരിക്കാനും നിൽക്കാറില്ല. പറഞ്ഞാൽ തന്നെ തിരിച്ചവൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുമോ എന്നൊരു പേടിയും അതിനു പിറകിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്നും രാവിലെ പണിക്ക് പോകുമ്പോൾ ഇന്നിനി എന്തു വന്നാലും കുടിക്കില്ലെന്ന് ഉറപ്പിച്ചാണ് പോകുന്നത്. എന്നാൽ പണി കഴിഞ്ഞു വരുന്ന സമയം സുധാകരനും അരവിന്ദനും തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. പിന്നെ എത്ര വേണ്ടെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാലും കുടിച്ചു പോകും. മൂക്കറ്റം കള്ളു കുടിച്ച് ബോധമില്ലാതെ നാലുകാലിൽ തന്നെ വന്നു കയറും. അതുകൊണ്ട് തന്നെ തൻ്റെ കാര്യത്തിൽ അവളിപ്പോൾ അങ്ങനെ ഇടപെടാറില്ല. ഭാര്യയെന്ന അധികാരത്തിൽ ചോദ്യം ചെയ്യാറുമില്ല. അല്ല, അങ്ങനെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ലെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാകണം, രമേശൻ ഓർത്തു. പക്ഷേ ഇന്ന് മാളു അത് ചോദിച്ചപ്പോൾ മുതൽ നെഞ്ചിനകത്ത് വല്ലാത്തൊരു പിടച്ചിൽ. മാളുവിനും അപ്പുവിനും തൻ്റെ അരികിലേക്ക് വരാൻ പോലും പേടിയാണ്. എന്നു മുതലാണ് താൻ അവർക്ക് അത്തരമൊരു അച്ഛനായത് എന്നാണെങ്കിലും വയ്യ. ഇനിയും മക്കൾക്ക് പേടിയുള്ളൊരു അച്ഛനായി ജീവിക്കാൻ വയ്യ. കുടിക്കാതിരുന്നപ്പോൾ, താനൊന്ന് അരികത്ത് വിളിച്ച് സംസാരിച്ചപ്പോൾ, ഇനി അച്ഛൻ കുടിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ, വണ്ടിയിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ചപ്പോൾ, അങ്ങനെ അപ്പോഴൊക്കെ അവരുടെ കണ്ണുകളിൽ കണ്ടൊരു തിളക്കമുണ്ട്. തൻ്റെ മക്കളുടെ കണ്ണിലെ ആ തിളക്കത്തോടൊപ്പം തന്നെ അവരുടെ അമ്മയുടെ നിർജീവമായ കണ്ണുകളിൽ കണ്ട ദയനീയ അവസ്ഥ. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി ഓടി ഓടി അവൾ നന്നേ തളർന്നിരിക്കുന്നു. ഇനിയും ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും വീടിനുമൊന്നും ഒരു ഉപകാരവുമില്ലാതെ ജീവിക്കാൻ വയ്യ. അതെല്ലാമാണ് ഇന്ന് തന്നെക്കൊണ്ട് തന്നെ അവളോടെല്ലാം ഇങ്ങനെ തുറന്നു സംസാരിപ്പിച്ചത്. ഇപ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നുന്നുണ്ട്. രമേശന് ഹൃദയത്തിൽ ഒരു തണുപ്പ് വന്ന് നിറയുന്നത് പോലെ തോന്നി. എന്തിനാ ഇപ്പോൾ പുറത്തു പോകുന്നേന്ന്?
ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന രമേശനെ കണ്ടവൾ വീണ്ടും ചോദിച്ചു. അപ്പോഴാണ് രമേശൻ ചിന്തകളിൽ നിന്നും ഉണർന്നത്. അവൻ അവളെ ഒന്ന് നോക്കി, പിന്നെ ഒന്ന് ചിരിച്ചു. എൻ്റെ അനി, നീ ഇങ്ങനെ പേടിക്കാതെ. എന്തായാലും കുടിക്കാനല്ല പോകുന്നേ. മക്കൾ വരാനായില്ലേ? ഞാൻ അവർക്ക് കഴിക്കാൻ എന്തേലും വാങ്ങി വരാം, രമേശൻ പറഞ്ഞു. അതിനല്ലേ കപ്പയും ചിക്കൻ കറിയും ഒക്കെ ഉള്ളത്? അനില ചോദിച്ചു. അവൾക്ക് അവൻ പുറത്തു പോകുന്നതിൻ്റെ പേടിയാണ്. കുറച്ചു മുൻപ് വല്ലാതെ പ്രതീക്ഷിച്ചു പോയതാണ്, ആഗ്രഹിച്ചു പോയതാണ്. ഇനിയും അത് കൺമുൻപിൽ തകർന്നു വീഴുന്നത് കാണാൻ വയ്യ. അനില പറയുന്നത് കേട്ട് രമേശൻ ഒന്ന് ചിരിച്ചു. അത് കപ്പയും ചിക്കനുമല്ലേ, ഞാൻ കുറച്ച് എണ്ണപ്പലഹാരം വാങ്ങി വരാം. കുറച്ച് പഴംപൊരിയോ ഉള്ളിവടയോ എന്തേലും, രമേശൻ പറയുമ്പോൾ അനില അവനെ തന്നെ ഒന്ന് നോക്കി. പോയിട്ട് വരാടി. അതും പറഞ്ഞ് രമേശൻ അവളുടെ കവിളിൽ ഒന്ന് മെല്ലെ തട്ടി. പിന്നെ പതിയെ ഉമ്മറത്തേക്ക് നടന്നു. മുറ്റത്തേക്കിറങ്ങിയതും അവൻ ചെന്ന് നോക്കിയത് വീടിന് സൈഡിലായി ഉമ്മറത്തോട് ചേർന്ന് നിർത്തിയിട്ടിരിക്കുന്ന അവൻ്റെ ബൈക്കിലേക്കാണ്. ഇപ്പോൾ കുറച്ചായി ബൈക്ക് അവൻ ഉപയോഗിക്കാതെയായിട്ട്. രാത്രി കുടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കില്ല. 2-3 തവണ വണ്ടി കയ്യിൽ നിന്നും പാളിപ്പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി എടുക്കാറില്ല. അവൻ അനിലയെ ഒന്ന് നോക്കിയ ശേഷം അകത്തേക്ക് തന്നെ കയറി. മുറിയിൽ ചെന്ന് എല്ലായിടത്തും തിരഞ്ഞു നോക്കി. വണ്ടിയുടെ താക്കോൽ മാത്രം കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഇതെവിടെയാണാവോ കൊണ്ടുവച്ചത്? മുറിയിലാകെ തിരഞ്ഞ ശേഷം ഇടുപ്പിൽ കൈ കൊടുത്തുകൊണ്ട് രമേശൻ പതിയെ പറഞ്ഞു. അപ്പോഴാണ് അവൻ്റെ മുൻപിലേക്കൊരു കൈ നീണ്ടുവന്നത്. അവളുടെ ആ ഉള്ളം കൈയിൽ അവൻ്റെ വണ്ടിയുടെ താക്കോൽ ഉണ്ടായിരുന്നു. അവൻ വിടർന്ന കണ്ണുകളോടെ അനിലയെ നോക്കി. ഇതെവിടുന്ന് കിട്ടി? താക്കോൽ കയ്യിൽ വാങ്ങി രമേശൻ ചോദിച്ചു. അതുകേട്ട് അനില അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ നിന്നും കാര്യം അത്ര പന്തിയല്ലെന്ന് തോന്നിയതും രമേശ് അവളെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു. മാസങ്ങളായി കാണും ഈ വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അന്ന് രാത്രി കുടിച്ചു വന്ന് താക്കോൽ ഊരിയപ്പോൾ കയ്യിന്ന് വീണു പോയതായിരിക്കും. രാവിലെ ദേ മുറ്റത്തെ ആ ചെടിച്ചട്ടിക്ക് ഇടയിൽ നിന്നാ കിട്ടിയത്. പിന്നീട് താക്കോല് ചോദിച്ച് വരാനും വണ്ടി ഓടിക്കാനൊന്നുമുള്ള ബോധവും ഇല്ലായിരുന്നല്ലോ. അനില പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ലാതെ പറഞ്ഞു. അതുകേട്ട് രമേശൻ ഒന്ന് നെടുവീർപ്പിട്ടു. അതൊക്കെ കഴിഞ്ഞതല്ലേടി. ഞാൻ ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാവോന്ന് നോക്കട്ടെ. കുറച്ചായില്ലേ ഉപയോഗിക്കാതെയായിട്ട്. അനിലയുടെ തലയിലൊന്ന് പതിയെ തട്ടിക്കൊണ്ട് രമേശൻ പറഞ്ഞു. ശേഷം പുറത്തേക്ക് ചെന്നു. അവന് പിന്നാലെ അനിലയും. ഉപയോഗിക്കാതെ വെച്ചതെങ്കിലും വണ്ടിയുടെ പുറത്ത് പൊടിയോ മണ്ണോ ഒന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധനം 2 ദിവസം തൊടാതെ വെച്ചാൽ അതിൽ 8 കാലി വല കെട്ടും. ഇതിൽ അതുപോലുമില്ലെന്ന് കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ തൊട്ടു പിറകിൽ തന്നെയുണ്ടായിരുന്നു അനില. നീ ഇത് പൊടി തട്ടി വെക്കാറുണ്ടോ അനി? രമേശൻ ചോദിച്ചു. എന്നും മുറ്റം അടിച്ചു വരുമ്പോൾ. രമേശേട്ടൻ ഒത്തിരി ആശിച്ചു വാങ്ങിയതല്ലേ. മറ്റേ ബൈക്ക് ഇവിടേക്ക് വരുമ്പോൾ എടുക്കാൻ അച്ഛനും അമ്മയും സമ്മതിച്ചില്ലായിരുന്നല്ലോ. അതുകൊണ്ട് കൺമുൻപിൽ തന്നെ നശിച്ചു പോകുന്നത് കാണാൻ വയ്യ, അനില പറഞ്ഞു. രമേശൻ ഒരു നോവ് നിറഞ്ഞ ചിരി അവൾക്ക് പകരം നൽകി. വണ്ടി സ്റ്റാർട്ടാക്കി നോക്കിയപ്പോൾ കുറച്ചു കാലം എടുക്കാതെ വെച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ വണ്ടി ഒരു ചിലമ്പിച്ച ശബ്ദത്തോടെ സ്റ്റാർട്ടായി. ചിലപ്പോൾ വണ്ടിയുടെ എണ്ണയൊന്ന് മാറ്റേണ്ടി വരും. എന്തായാലും ഒരു റൗണ്ട് ഒന്ന് ഓടിച്ചു നോക്കട്ടെ, രമേശൻ പറഞ്ഞു. അനിലയ്ക്ക് വണ്ടിയെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ടവൾ വെറുതെ ഒന്ന് മൂളിക്കേട്ടു. പിന്നെ ഞാൻ വരുമ്പോഴേക്കും മക്കൾ വന്നാൽ ദേ ഇത് കൊടുത്തേക്ക്. 1500 ഉണ്ട്. പോക്കറ്റിൽ നിന്നും 3 500-ന്റെ നോട്ടെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അതിലേറെ സമാധാനം കൊണ്ടു. അല്ലെങ്കിലും എല്ലാവരും ആഗ്രഹിക്കും തളരുമ്പോൾ താങ്ങാവാൻ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്, ചായാൻ ഒരു തോള് കിട്ടിയിരുന്നെങ്കിലെന്ന്. താങ്ങാകേണ്ടവൻ തന്നെ കള്ളും കുടിച്ച് ബോധമില്ലാതെ നടക്കുമ്പോൾ ഒരു പെണ്ണിന് എങ്ങനെ മനസ്സമാധാനം കിട്ടാനാണ്? എന്നോ നഷ്ടപ്പെട്ടു പോയ, ഇനി കിട്ടില്ലെന്ന് വിചാരിച്ച ആ താങ്ങാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അവൾക്ക് സന്തോഷവും സങ്കടവും കൊണ്ട് ഒരു കരച്ചിൽ വന്ന് അവളുടെ തൊണ്ടക്കുഴിയോളം എത്തി നിന്നു. അവളെയൊന്ന് നോക്കി തലയാട്ടിയ ശേഷം രമേശൻ വണ്ടി മുന്നോട്ടെടുത്തു. കൺമുൻപിൽ നിന്നും അവൻ്റെ വണ്ടി മറയുവോളം അവൻ പോകുന്നതും നോക്കി അവൾ ആ വേലിക്ക് തന്നെ നിന്നു. അത്രയും നേരം അടക്കിപ്പിടിച്ച കരച്ചിൽ പുറത്തേക്ക് വന്നതും അവൾ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അകത്തേക്കോടി. വണ്ടിയിൽ പോകുമ്പോഴും അവൻ്റെ ചിന്തകൾ നൂല് പൊട്ടിപ്പോയ പട്ടം കണക്കെ അങ്ങനെ പാറി നടക്കുകയാണ്. അതിൻ്റെ ആദ്യം എന്നതുപോലെ അവൾ നേരത്തെ പറഞ്ഞ ആ വാചകത്തിൽ എത്തി നിന്നു. രമേശേട്ടൻ ഒത്തിരി ആശിച്ചു വാങ്ങിയതല്ലേ.
മറ്റേ ബൈക്ക് ഇവിടേക്ക് വരുമ്പോൾ എടുക്കാൻ അച്ഛനും അമ്മയും സമ്മതിച്ചില്ലായിരുന്നല്ലോ. അതുകൊണ്ട് കൺമുൻപിൽ തന്നെ നശിച്ചു പോകുന്നത് കാണാൻ വയ്യ. ശരിയാണ് അവൾ പറഞ്ഞത്. താൻ അത്രമേൽ ആശിച്ചു വാങ്ങിയതാണ്. തൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് മാറി താമസിക്കുമ്പോൾ തൻ്റെ സ്വന്തം അച്ഛനും അമ്മയും തന്നെയാണ് വണ്ടിയിൽ കയറാൻ നിന്ന തന്നെ അതിൽ നിന്നും തടഞ്ഞത്. കല്യാണത്തിന് മുൻപേ, ഒരു സ്ഥിരവരുമാനമൊക്കെ ആകുന്നതിന് മുൻപേ വാങ്ങിയ ബൈക്കായതുകൊണ്ട് തന്നെ അവരുടെ ചിലവിലാണ് അന്ന് താൻ ജീവിച്ചിരുന്നതെന്നും അതുകൊണ്ട് ഈ വണ്ടിയുടെ അവകാശം അവർക്കാണെന്നുമായിരുന്നു അവർ പറഞ്ഞ ന്യായം. ശരിക്കും പറഞ്ഞാൽ സ്ഥിരവരുമാനമൊന്നും ആയിട്ടില്ലെന്നേയുള്ളൂ. എങ്കിലും ജോലിക്ക് പോകാത്തവനൊന്നും ആയിരുന്നില്ല താൻ. വർക്ക്ഷോപ്പിലും മറ്റും ജോലിക്ക് പോയി തന്നെയായിരുന്നു തൻ്റെ ചിലവുകളെല്ലാം നടത്തിയിരുന്നത്. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും അതിൻ്റെ കൂടെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സംസാരം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ സങ്കടമോ ദേഷ്യമോ എന്താ പറയേണ്ടതെന്നറിയില്ല. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു താനപ്പോൾ. ഇതിൽ തനിക്ക് മാത്രമാണ് അവകാശമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അമ്മയും അച്ഛനും കടിച്ചു കീറാൻ തക്കവണ്ണം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ഒരു മകൻ വീട്ടിൽ നിന്നും മാറി താമസിക്കുമ്പോൾ മക്കളോട് സ്നേഹമുള്ള ഏതൊരു മാതാപിതാക്കൾക്കും സങ്കടമാണുണ്ടാകാറ്. എന്നാൽ ഇവിടെ അവരുടെ മുഖത്ത് ദേഷ്യവും അതിലുപരി താനും അവളും ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിലുള്ള സന്തോഷവുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് താൻ അവരോട് ചെയ്തതെന്ന് ഇപ്പോഴും അറിയില്ല. അമ്മയെയും അച്ഛനെയും വേദനിപ്പിക്കാതെ അവർക്ക് വേണ്ട പരിഗണന കൊടുത്തു തന്നെയാണ് കല്യാണം കഴിഞ്ഞ ശേഷവും താൻ ജീവിച്ചത്. അനിലയാണെങ്കിൽ വായിൽ വിരലിട്ടാൽ കൂടി കടിക്കാത്തൊരു പാവം എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു അവൾ. ഭർത്താവിൻ്റെ അമ്മയെയും അച്ഛനെയും സ്വന്തം അമ്മയും അച്ഛനുമായി തന്നെ അവൾ കണ്ടു. അവരെന്തു പറഞ്ഞാലും ചെയ്താലും മിണ്ടാതെ നിന്നതെല്ലാം സഹിക്കും. പലപ്പോഴും പലതും നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തതുകൊണ്ടാണ് അമ്മയും കൂട്ടത്തിൽ അച്ഛനും അവളെ എത്രയധികമാണ് ദ്രോഹിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത്. അവളായിട്ട് അങ്ങനെയൊന്നും തന്നോട് പറയാറില്ല. എല്ലാം തന്നെ അറിയിക്കാതെ മറച്ചു വെക്കും. തൻ്റെ അമ്മയും അച്ഛനുമായി താൻ ഒരിക്കലും അകലാതെ ഇരിക്കാൻ വേണ്ടി അവളെല്ലാം സഹിച്ചു. എന്നിട്ടും അവളോട് അവർക്ക് എന്താണിത്ര ദേഷ്യമെന്ന് ഇതുവരെ തനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ താലി കെട്ടിയ ഭാര്യയെ താൻ സ്നേഹിക്കുന്നത് അവർക്കിഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ എന്തിന് അവർ മകനെ വിവാഹം കഴിപ്പിച്ചു? താലി കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കാൻ പാടില്ലെങ്കിൽ കെട്ടാൻ സമ്മതിക്കരുത്. ഇതിപ്പോ അവരുടെ ദുഷിച്ച മനസ്സ് കാരണം തകരുന്നത് എവിടെയോ കിടക്കുന്ന ഒന്നും അറിയാത്ത ഒരുപാട് പ്രതീക്ഷകളുമായി വരുന്ന ഏതോ ഒരു പെൺകുട്ടിയല്ലേ? ഏതോ അമ്മയുടെയും അച്ഛൻ്റെയും പ്രിയപ്പെട്ട മകളായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും താൻ അവളോട് പറഞ്ഞിട്ടുള്ളത്, പെൺകുട്ടികളായാൽ ഇത്രയ്ക്ക് പാവമാകരുതെന്ന്. ചാഞ്ഞ മരത്തിൽ ചാടിക്കയറാൻ ഒത്തിരി പേരുണ്ടാവും. കുറച്ചൊന്ന് താഴ്ന്നു കൊടുത്താൽ എല്ലാവരും തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും പെൺകുട്ടികൾക്ക് കുറച്ച് മനക്കരുത്തും തൻ്റെടവും ആവശ്യം തന്നെയാണ്. ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയല്ല, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി മാത്രം. ചിന്തകൾ എവിടെ നിന്നോ തുടങ്ങി ഇപ്പോൾ മറ്റെവിടെയോ വന്നു നിൽക്കുന്നു. അവൻ വണ്ടി ഒതുക്കി നിർത്തി. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ വണ്ടിയിൽ നിന്നും താക്കോലൂരി അത് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ആത്മാഭിമാനത്തിനേറ്റ വലിയൊരു മുറിവും കൂടിയായിരുന്നു അത്. അതും കൊണ്ടുകൂടിയാകണം വല്ലാത്തൊരു വാശിയായിരുന്നു പുതിയൊരു വണ്ടി വാങ്ങുവാൻ, അതിലേറെ ആഗ്രഹവും. അങ്ങനെ ഒത്തിരി ആശിച്ചാണ് അന്ന് അടവിന് ഈ വണ്ടി വാങ്ങിയത്. പിന്നീട് അതിൻ്റെ അവസാന അടവും അടച്ചു തീർത്തപ്പോഴാണ് അവൾക്കും എനിക്കും സമാധാനമായത്. ആ വണ്ടിയുടെ വില എന്തെന്ന് ശരിക്കും അറിയുന്നതുകൊണ്ടാകണം കുടുംബം നോക്കാതെ താൻ കുടിച്ചു നടന്നപ്പോഴും അവൾ അത് കാത്തു സൂക്ഷിച്ചത്. രമേശന് അവളോട് വല്ലാത്ത പാവം തോന്നി, അതിലേറെ സ്നേഹവും. മാളു ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അല്ലേ എന്ന് കരുതി താൻ ചെന്നു പറഞ്ഞതാണ്. എന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മകനില്ലെന്നും വല്ലവരുടെയും കുഞ്ഞിനെയൊന്നും കാണേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലെന്നും പറഞ്ഞ് അവർ തനിക്ക് മുൻപിൽ ആ വീടിൻ്റെ വാതിൽ കൊട്ടിയടച്ചു. അതുവരെയും എന്തൊക്കെയായാലും എത്രയൊക്കെയായാലും തൻ്റെ അമ്മയും അച്ഛനുമല്ലേ എന്നൊരു ചിന്തയും സ്നേഹവും മനസ്സിൻ്റെ ഒരു കോണിലുണ്ടായിരുന്നു. എന്നാൽ ഒന്നും അറിയാത്ത അപ്പോൾ പെറ്റുവീണ തൻ്റെ പൊടി പൈതലിനെ വരെ അവർ തള്ളിപ്പറഞ്ഞു. അന്നു മുതൽ അവരെയും താൻ മനസ്സുകൊണ്ട് തള്ളിക്കളഞ്ഞതാണ്. അപ്പു ഉണ്ടായപ്പോൾ പോലും താൻ അവർക്ക് അരികിൽ ചെല്ലുകയോ അപ്പു ഉണ്ടായ കാര്യം പറയുകയോ ചെയ്തിട്ടില്ല. മനസ്സുകൊണ്ട് താൻ അവരുടെ ആരുമല്ലാതായി മാറിയിരുന്നു അപ്പോഴേക്കും. 2 പ്രസവത്തിനും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് അനിലയുടെ വീട്ടുകാരാണ്. തികഞ്ഞൊരു മദ്യപാനിയായി മാറിയപ്പോൾ അവരെയെല്ലാം മറന്നുപോയിരുന്നു. തന്നോടവർക്ക് ദേഷ്യമുണ്ടാകുമെന്നാണ് കുറച്ചുനാൾ മുൻപ് വരെ കരുതിയിരുന്നത്. എന്നാൽ അന്നൊരു ദിവസം അവളുടെ അച്ഛനെ കണ്ടപ്പോഴാണ് താൻ ഇങ്ങനെ കുടുംബം നോക്കാതെ എന്നും കുടിച്ചു നടക്കുന്നതൊന്നും അവർക്കറിയില്ലെന്ന് മനസ്സിലായത്.
അന്ന് ഉച്ച സമയമായതുകൊണ്ട് തന്നെ താൻ മദ്യപിച്ചിട്ടുമില്ലായിരുന്നു. കുടിക്കുന്നതിനു മുൻപേയുള്ള താൻ അവർക്കത്രയും പ്രിയപ്പെട്ടവനായിരുന്നു. അവരുടെ മകളെ താൻ എങ്ങനെയാണ് നോക്കിയതെന്നുള്ളത് അവർ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അവളുടെ വീട് കുറച്ച് ദൂരെയായതുകൊണ്ട് തന്നെ ഈ നാടുമായി അവർക്ക് വലിയ ബന്ധമില്ല. അവളെയും മക്കളെയും കാണാൻ വരുമ്പോൾ താൻ കുടിച്ചു വരുന്ന കാര്യം അവളൊട്ടും പറഞ്ഞിട്ടുമുണ്ടാകില്ല. എന്തായാലും അവിടം വരെയൊന്ന് പോകണം. മുറിഞ്ഞു പോയൊരു അടുപ്പം വീണ്ടും പൊടിതട്ടി പുതുക്കിയെടുക്കണം. അവൾക്കും മക്കൾക്കും അത് വലിയ സന്തോഷമാകും, രമേശൻ ഓർത്തു. വൈകിട്ട് വീട്ടിലേക്ക് വരാൻ വല്ലാത്ത ഉത്സാഹമായിരുന്നു അപ്പുവിനും മാളുവിനും. വണ്ടിയിൽ നിന്നിറങ്ങിയതും അവർ രണ്ടുപേരും വീട്ടിലേക്ക് ഓടിക്കയറി. വാതിൽ വെറുതെ ചാരി വെച്ചിട്ടേ ഉള്ളൂ. വാതിൽ തുറന്ന് അകത്തു കയറിയതും രണ്ടാളും ബാഗഴിച്ച് മേശപ്പുറത്ത് വെച്ചു. മുറിയിലൊന്നും അമ്മയെ കാണാഞ്ഞതും അവർ രണ്ടുപേരും നേരെ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളപ്പടിയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന അമ്മയെ കണ്ട് അപ്പു വേഗം ചെന്ന് അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചതും അനില തിരിഞ്ഞു നോക്കി. അനിലയുടെ നനഞ്ഞ കണ്ണുകളിലേക്കാണ് മാളുവിൻ്റെ നോട്ടം ആദ്യം തന്നെ ചെന്നത്. അമ്മ കരഞ്ഞോ? മാളു ചോദിച്ചു. അതു കേട്ട് അപ്പുവും അനിലയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ കരഞ്ഞോ? അപ്പു അവൻ്റെ കുഞ്ഞിക്കൈ അവളുടെ കവിളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലല്ലോ, അമ്മ കരഞ്ഞില്ലല്ലോ, അനില പറഞ്ഞു. പിന്നെന്താ കണ്ണൊക്കെ കരഞ്ഞതുപോലെ നനഞ്ഞിരിക്കുന്നേ? മാളു വീണ്ടും ചോദിച്ചു. അതോ, അത് അമ്മയുടെ കണ്ണിലെന്തോ പൊടി പോയതാ, അനിലയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാളു അനിലയുടെ മുഖത്തേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അച്ഛൻ പിന്നെയും കുടിച്ചു വന്നോ അമ്മേ? അതാണോ അമ്മ കരഞ്ഞേ? മാളു ചോദിച്ചു. അതു കേട്ട് അപ്പുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു. മുൻപൊരിക്കൽ കുടിച്ചു വന്ന അച്ഛൻ അമ്മയെ തല്ലിയപ്പോൾ ഇതുപോലെ അമ്മ കരഞ്ഞിരുന്നു. ആ ഓർമ്മയാണ് അവൻ്റെ കുഞ്ഞു മനസ്സിലേക്ക് അപ്പോൾ ഓടി വന്നത്. അതുപോലെ അച്ഛൻ ഇന്നും അമ്മയെ തല്ലിയോ? അതാണോ അമ്മ കരഞ്ഞേ? അപ്പുവിന് വല്ലാത്ത പേടി തോന്നി. അച്ഛൻ അമ്മയെ അന്നത്തെ പോലെ പിന്നെയും തല്ലിയോ? അപ്പുവും ചോദിച്ചു. ഇല്ലടാ പൊന്നെ, അച്ഛൻ കുടിച്ചിട്ടുമില്ല, അമ്മയെ തല്ലിയിട്ടുമില്ല. ഇത് ശരിക്കും അമ്മയുടെ കണ്ണിലെന്തോ പൊടി പോയതാ, അനില അപ്പുവിനെ പൊക്കിയെടുത്തുകൊണ്ട് പറഞ്ഞു. സത്യം, തന്നെ തന്നെ നോക്കി നിൽക്കുന്ന മാളുവിനോടും അവൾ പറഞ്ഞു. അപ്പോഴേക്കും പുറത്തൊരു ബൈക്കിൻ്റെ ശബ്ദം കേട്ടു. അതു കേട്ടതും അനിലയുടെ മുഖത്തൊരു പുഞ്ചിരിയാണെങ്കിൽ മാളുവിൻ്റെയും അപ്പുവിൻ്റെയും മുഖത്ത് അതാരാണെന്ന സംശയമായിരുന്നു. മാളുവും അപ്പുവും ഉമ്മറത്തേക്ക് നടന്നു. പിന്നാലെ അനിലയും. ബൈക്കിൽ വന്നിറങ്ങിയ ആളെ കണ്ട് അവരുടെ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. രമേശൻ ബൈക്കിൽ നിന്നിറങ്ങി കടയിൽ നിന്നും വാങ്ങിയ കവറുമെടുത്ത് അവർക്കരികിലേക്ക് നടന്നു. എന്താടാ അപ്പുക്കുട്ട ഇങ്ങനെ നോക്കുന്നേ? രമേശൻ അവൻ്റെ കുഞ്ഞിക്കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. അതിനവൻ ഒന്നുമില്ലെന്ന് തലയാട്ടി. മാളൂട്ടി ചോദിച്ചില്ലേ ഇനി കുടിക്കാതെ വരുമോന്ന്? ദേ അച്ഛൻ കുടിക്കാതെ വന്നല്ലോ, ഇനി ഒരിക്കലും കുടിക്കില്ലാട്ടോ, രമേശൻ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് പറഞ്ഞു. മാളുവും അതിന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇതെന്താ അച്ഛാ ഈ കവറിൽ? ആദ്യത്തെ ആ ഒരു പേടി മാറിയപ്പോൾ അപ്പു വേഗം വന്ന് രമേശൻ്റെ കയ്യിലെ കവർ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് കുറച്ച് പഴംപൊരിയും ഉള്ളിവടയുമാണ്, പിന്നെ കുറച്ച് മിഠായിയും. രമേശൻ ആ കവർ അപ്പുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. അതു കേട്ട് അപ്പുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ വേഗത്തിൽ ആ കവർ തുറന്നു പിടിച്ച് മൂക്ക് വിടർത്തി അതിൻ്റെ മണം പിടിച്ചെടുത്തു. ഹായ്, നല്ല മണം, അപ്പു സന്തോഷത്തോടെ പറഞ്ഞു. അപ്പുവിന് മാത്രമല്ല ചേച്ചിക്കും കൂടെ ഉള്ളതാ, രണ്ടാളും കൂടെ പങ്കിട്ടെടുത്തോണം കേട്ടോ അപ്പുക്കുട്ടാ, രമേശൻ അവൻ്റെ മുടിയൊന്ന് ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അപ്പു അതിന് ചിരിച്ചുകൊണ്ട് തന്നെ തലയാട്ടി. കുറേ കാലങ്ങൾക്ക് ശേഷം അന്ന് ആ വൈകുന്നേരം അമ്മയും അച്ഛനും രണ്ടു മക്കളും സന്തോഷത്തോടെ സമാധാനത്തോടെ വർത്തമാനം പറഞ്ഞ് കളിച്ചിരിയോടെ ചായ കുടിച്ചു. കൂട്ടുകാരിൽ നിന്നും പറഞ്ഞു കേട്ട അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലും കൗതുകത്തിലുമായിരുന്നു മാളുവും അപ്പുവും അപ്പോൾ. അച്ഛാ, ഞങ്ങളെ കൂട്ടി വണ്ടിയിലൊരു റൗണ്ട് അടിക്കാമോ? മാളുവാണ് ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോൾ രമേശനോട് അത് ചോദിച്ചത്. അപ്പോഴേക്കും അപ്പു മാളുവിന് പിറകിൽ ചെന്ന് ഒളിച്ചിരുന്നു. ദേ അപ്പു കൂടി പറഞ്ഞിട്ടാ ഞാൻ ചോദിച്ചേ, മാളു തൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന അപ്പുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതു കേട്ട് രമേശൻ അപ്പുവിനെ ഒന്ന് നോക്കി. പേടിയാണോ എന്താണെന്നറിയില്ല, അപ്പുവിന് വല്ലാത്തൊരു വെപ്രാളം തോന്നി. അവൻ രമേശന് പിറകിൽ നിൽക്കുന്ന അനിലയെ ഒന്ന് നോക്കി. അപ്പുവിൻ്റെ നോട്ടം കണ്ട് അനില ചിരി കടിച്ചു പിടിച്ചാണ് നിൽക്കുന്നത്. അനിലയെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം രമേശൻ വീണ്ടും അപ്പുവിനെ തന്നെ നോക്കി. അപ്പു ആണെങ്കിൽ അങ്ങനെ ചോദിച്ചതിന് ഇനി അച്ഛന് ദേഷ്യം പിടിക്കുമോ എന്ന പേടിയിലാണ് നിൽക്കുന്നത്. എന്നാൽ പെട്ടെന്നാണ് രമേശൻ അപ്പുവിനെ നോക്കി പൊട്ടിച്ചിരിച്ചത്.
അതിന് നീ എന്തിനാടാ ഇങ്ങനെ ചേച്ചിക്ക് പിറകിൽ പോയി ഒളിച്ചു നിൽക്കുന്നേ? നിനക്ക് ഇപ്പോഴും എന്നെ പേടിയാണോ അപ്പു? രമേശൻ അത് ചോദിച്ചുകൊണ്ട് തന്നെ അപ്പുവിനെ എടുത്തുയർത്തി. അപ്പു ഒരു ചിരിയോടെ അനിലയെ നോക്കി. അനില അപ്പുവിനെ നോക്കി ഒന്ന് മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു. വണ്ടിയിൽ നമുക്ക് ഇപ്പോൾ തന്നെ കയറാലോ? മാളു നീയും വാ. രമേശൻ പറഞ്ഞതും മാളുവിൻ്റെ കണ്ണുകളും വിടർന്നു. ഒരു കൈയിൽ അപ്പുവിനെയും എടുത്ത് മറുകൈയിൽ മാളുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് രമേശൻ പുറത്തേക്ക് നടന്നു. അവർക്ക് പിറകിലായി അനിലയും. രമേശന് പിറകിലായി അപ്പുവാണ് കയറിയത്. അതിനു പുറകിൽ മാളുവും. അനിലയെ നോക്കിയൊന്ന് തലയാട്ടിയ ശേഷം രമേശൻ വണ്ടി സ്റ്റാർട്ടാക്കി. വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ അപ്പുവും മാളുവും അനിലയെ നോക്കി കൈവീശി കാണിച്ചു. അവളും അവർക്ക് നേരെ കൈവീശി. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന ആ കാഴ്ച അനിലയുടെ മനസ്സിനെയും തണുപ്പിച്ചിരുന്നു. വീടിന് മുന്നിലൂടെയുള്ള റോഡിലൂടെ 2-3 റൗണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച ശേഷം അവർ ചെന്നത് തൊട്ടടുത്തുള്ള ചെറിയൊരു കടയിലേക്കാണ്. അവിടെ നിന്നും അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളും മിഠായിയും കൂടി വാങ്ങിയ ശേഷമാണ് വീട്ടിലേക്ക് വന്നത്. അവർ വീട്ടിലേക്ക് വരുമ്പോഴും അനില ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്നും ആദ്യം ഇറങ്ങിയത് മാളുവാണ്. അതിനു പിന്നാലെ അപ്പുവും. അപ്പുവിൻ്റെ കയ്യിൽ ചെറിയൊരു കവറുണ്ട്. അവൻ അതും കൊണ്ട് സന്തോഷത്തോടെ അനിലയ്ക്കരികിലേക്ക് ഓടിച്ചെന്നു. കണ്ടോ അമ്മേ, ഇതെല്ലാം അച്ഛൻ വാങ്ങി തന്നതാ. അപ്പു കവറിലെ ഓരോ സാധനങ്ങളും പുറത്തേക്കെടുത്ത് അനിലയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ആ സന്തോഷത്തിലേക്ക് അനിലയും രമേശും നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്നു. അപ്പുവിൻ്റെ സന്തോഷം കാണുമ്പോൾ രമേശിൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിലും ഇനിയും കഴിഞ്ഞതൊന്നും ഓർക്കാൻ അവന് താല്പര്യമുണ്ടായിരുന്നില്ല. ഇത്ര കാലം അവർ അനുഭവിച്ച സങ്കടങ്ങൾക്കും വേദനകൾക്കും പകരം ഒരുപാട് സന്തോഷം കൊടുക്കണം, ഒരുപാട് സ്നേഹം കൊണ്ട് പൊതിയണം. അതുമാത്രമേ അപ്പോൾ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മെല്ലെ മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കുഞ്ഞു മുഖത്തും നിറഞ്ഞ സന്തോഷമാണ്. കുടിച്ചു വരുന്ന അച്ഛനെ പേടിച്ച് വൈകുന്നേരം തന്നെ അത്താഴം കഴിച്ചു കിടന്നുറങ്ങിയ അവർ അതിനു പകരമായി അന്ന് അച്ഛനോടൊപ്പം ചെലവഴിച്ചു. കപ്പയുടെയും ചിക്കൻ കറിയുടെയും കൂടെ കുറച്ച് അരി കൂടി അനില അടുപ്പത്തിട്ടിരുന്നു. കപ്പയും ചിക്കനും ചോറുമെല്ലാം അവർ ഒരുമിച്ചിരുന്നു കഴിച്ചു. രാത്രിയിൽ അപ്പുവിന് വാരിക്കൊടുത്തത് രമേശനാണ്. കുറച്ചു സമയം കൊണ്ട് തന്നെ അവൻ ഒരു അച്ഛൻകുട്ടിയായി മാറിയിരുന്നു. അത് കണ്ട് അനിലയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഹൃദയത്തിൽ വല്ലാത്തൊരു തണുപ്പും. അന്ന് അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക് കിടന്നാണ് ആ 2 മക്കളും ഉറങ്ങിയത്. അപ്പു ഉറങ്ങിക്കഴിഞ്ഞിട്ടും രമേശൻ്റെ കൈകൾ അപ്പുവിൻ്റെ പുറത്ത് താളം തട്ടുന്നുണ്ടായിരുന്നു. മാളുവിൻ്റെ മുടിയിലൂടെയും അവൻ പതിയെ വിരലോടിച്ചു. തൻ്റെ മക്കൾ. അവൻ്റെ ഹൃദയം ഒരച്ഛൻ്റെ വാത്സല്യത്താൽ നിറഞ്ഞു കവിഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അവൻ നോക്കുമ്പോൾ കറങ്ങുന്ന ഫാനും നോക്കി കണ്ണു തുറന്നു കിടക്കുന്ന അനിലയെയാണ് അവൻ കാണുന്നത്. നീ ഉറങ്ങിയില്ലേ അനി? രമേശൻ ചോദിച്ചു. അതു കേട്ട് അനില അവൻ്റെ നേരെ തിരിഞ്ഞു കിടന്നു. ഇല്ല, ഇന്നെന്തോ ഉറക്കം വരുന്നില്ല, അവൾ പതിയെ പറഞ്ഞു. എന്തുപറ്റി? എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? ചോദിക്കുമ്പോൾ ചെറിയൊരു ആവലാതി രമേശിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അതു കണ്ട് അനില ഒന്ന് പതിയെ പുഞ്ചിരിച്ചു. ഇന്നലെ വരെ സമാധാനമില്ലാത്തതുകൊണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റാഞ്ഞത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എന്തോ സന്തോഷം കൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല രമേശേട്ടാ, അനില പറഞ്ഞു. അതു കേട്ട് രമേശൻ ഒന്ന് പുഞ്ചിരിച്ചു. കണ്ണടച്ചു കിടന്നോ, പതിയെ ഉറക്കം വന്നോളും, രമേശൻ അനിലയുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അതു കേട്ട് അനില പതിയെ കണ്ണുകൾ അടച്ചു. കുറച്ചു കഴിഞ്ഞതും അവളുടെ കണ്ണുകളും ഉറക്കത്തിലേക്ക് വീണു. രമേശൻ അവളെ തന്നെയൊന്ന് നോക്കി. കണ്ണുകൾ അടച്ച് ഉറങ്ങുന്ന അവളെ കാണുമ്പോൾ രമേശന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു. നിഷ്കളങ്കമായ ഒരു കുഞ്ഞു മുഖം. ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം ആ ചുണ്ടിലൊരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്ന്. അതെ, ആ പുഞ്ചിരി പതിയെ രമേശൻ്റെ ചുണ്ടുകളിലേക്കും വ്യാപിച്ചു. ഇന്ന് താൻ കുടിച്ചിട്ടില്ല. പെട്ടെന്നാണ് രമേശന് അത് ഓർമ്മ വന്നത്. അല്ലെങ്കിൽ എന്നും കുടിക്കുന്ന സമയമാകുമ്പോൾ കൈകാലിൽ നിന്നും ഒരു തരിപ്പാണ്. കണ്ണിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മദ്യത്തിൻ്റെ നിറമാണ്. അത് കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖമെന്ന് ഇത്രയും നാൾ താൻ കരുതിയ പേരെന്തെന്ന് അറിയാത്ത ആ വികാരമാണ്. പക്ഷേ ഇന്ന് ഈ സമയം വരെ താൻ മദ്യത്തെക്കുറിച്ച് ഓർത്തിട്ടില്ല. അവ തൻ്റെ ചിന്തകളിലേക്ക് പോലും വന്നിട്ടില്ല എന്നതാണ് സത്യം. മക്കളോടും അനിലയോടും കൂടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അവരുടെ വർത്തമാനം കേട്ട്, അവരുടെ കളിച്ചിരികൾ കണ്ട്, അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതാണ് ഒരച്ഛൻ്റെ ശരിക്കുമുള്ള സന്തോഷം. ഇനി എന്നും തനിക്ക് ഈ സന്തോഷം വേണം. തൻ്റെ മക്കളും ഭാര്യയും ഇനി കരയരുത്. അവരെന്നും സന്തോഷിക്കണം, ചിരിച്ചുകൊണ്ടേയിരിക്കണം. ആ ചിന്തയോടെ തന്നെ രമേശൻ പതിയെ അപ്പുവിൻ്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു.
പിന്നെ മാളുവിൻ്റെ നെറ്റിയിലും. ശേഷം തൻ്റെ മക്കളുടെ അമ്മയുടെ നെറ്റിയിലും ചുണ്ടു ചേർക്കുമ്പോൾ രമേശൻ അറിയുകയായിരുന്നു യഥാർത്ഥ സന്തോഷം എന്താണെന്ന്, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന്. സ്നേഹവും സന്തോഷവും കുടുംബവും എന്ന ലഹരി രമേശൻ്റെ ഹൃദയത്തിലാകെ നിറഞ്ഞിരുന്നു അപ്പോൾ. ഏറെ കാലങ്ങൾക്ക് ശേഷം ബോധത്തോടെ സമാധാനത്തോടെ രമേശനും അന്നുറങ്ങി. പക്ഷേ അതിനു മുൻപേ രമേശൻ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇനി മദ്യത്തിലേക്ക് തന്നെ അടുപ്പിക്കുന്ന, തൻ്റെ ഭാര്യയുടെ, മക്കളുടെ, തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും തകർക്കുന്ന ഒരു കൂട്ടുകെട്ടും ഇനി ഉണ്ടാകില്ലെന്ന്. സ്നേഹത്തിൻ്റെ ലഹരിയിൽ നിന്നുമുണ്ടായ ആ തീരുമാനത്തിന് വല്ലാത്തൊരു ശക്തിയുണ്ടായിരുന്നു. ആ സ്നേഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ ലഹരി തന്നെയായിരുന്നു അവനെ മദ്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. അവൻ താലി കെട്ടിയ പെണ്ണിൻ്റെ കണ്ണീര് തുടച്ചു മാറ്റിയത്, മക്കളുടെ ജീവിതത്തെ, അവരുടെ ചിന്തകളെപ്പോലും നിറമുള്ളതാക്കി മാറ്റിയത്. സന്തോഷം മാത്രം നിറഞ്ഞൊരു വീടായി ആ കുഞ്ഞു വീടു മാറിയത്. അങ്ങനെയെല്ലാം ആ തീരുമാനത്തിൽ നിന്നായിരുന്നു. ഇനി ഒരിക്കലും മദ്യപിക്കില്ലെന്ന ആ തീരുമാനത്തിൽ നിന്ന്.